ആണ്. ജനിച്ച നാൾ മുതൽ വളരെ ആത്മാർത്ഥമായി ഈ കുഞ്ഞുങ്ങളോടൊപ്പം സഹകരിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യമൊരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ജയനുമായി പ്രായത്തിൻ്റെ വലിയ വ്യത്യാസമില്ലാത്ത ഞങ്ങൾ വളരെ കൂട്ടുകാരെ പോലെ സഹകരിപ്പാനായിട്ട് ദൈവം ഇടയാക്കിയിട്ടുണ്ട്. ചോദിച്ചാൽ ഈ കഷ്ടതയുടെ സമയങ്ങളൊക്കെ ആയിരുന്നപ്പോൾ ഈ പ്രിയ ജയനും നാട്ടിൽ വരുമ്പോഴൊക്കെ ഒന്ന് വിളിക്കുകയും ഏത് സന്ദർഭത്തിലും ഓടിച്ചെന്ന് അവരോടൊപ്പം സഹകരിപ്പാനായിട്ട് ദൈവം ഭാഗ്യമൊരുക്കി. അവരെ കുഞ്ഞുങ്ങൾ 3 പേരും തന്നെ പിതാവിനോട് കാണിച്ച എല്ലാ നല്ല പ്രവൃത്തികളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. വചനത്തിൽ ഇപ്രകാരം ഒരു വാക്യം പറയാറുണ്ട്: ഞാൻ കാര്യം തീർക്കുന്ന നാളിൽ നിൻ്റെ കരം ബലപ്പെട്ടിരിക്കുമോ. പ്രിയ ജോയിച്ചാനോട് കേൾക്കാൻ എനിക്ക് കഴിയത്തില്ല. എന്നാൽ നമുക്ക് ഓരോരുത്തരോടും ഈ പകൽ ചിന്തിപ്പാനായിട്ടൊരിതുണ്ട്. നമ്മുടെ മാതാപിതാക്കളോട്, നമ്മുടെ സഹോദരങ്ങളോട് നമ്മുടെ കർത്തവ്യങ്ങൾ എപ്രകാരമാണ്. ദൈവം നമ്മുടെ കണക്ക് ചോദിക്കുന്ന സമയങ്ങളുണ്ട്. അന്ന് നമ്മുടെ കരം ബലപ്പെട്ടിരിക്കുമോ. അങ്ങനെ ബലപ്പെട്ടിരിപ്പാൻ വലിയവനായ ദൈവം ഇടയാക്കട്ടെ. എനിക്ക് അവസരമൊരുക്കി തന്ന ഈ സഭയോട്, ഈ കുടുംബത്തോട്, പ്രിയ സഹോദരങ്ങളോട് നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. കുഞ്ഞുമോൻ ഉപദേശി 2 മിനിറ്റ് നേരം സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിധരായിരിക്കുന്ന വിലയേറിയ ദൈവജനം, കുടുംബാംഗങ്ങൾക്ക്, ശ്രേഷ്ഠ ദൈവദാസന്മാർക്ക് വന്ദനം. ബഹുമാനപ്പെട്ട നമ്മളെ വിട്ട് വേർപിരിഞ്ഞതായിരിക്കുന്ന ജോയിച്ചായൻ ഇന്നൊക്കെ 32 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഈ പ്രദേശത്ത് സുവിശേഷ പ്രവർത്തനം നടത്തുമ്പോൾ എനിക്ക് വേണ്ട എല്ലാ കൈത്താങ്ങൾ തരികയും മാർത്തോമ്മ കുടുംബങ്ങളിൽ, ബ്രദർ മിഷനിലെ കുടുംബങ്ങളിൽ, പെന്തക്കോസ്ത് കുടുംബങ്ങളിൽ, അതുപോലെ തന്നെ ഹൈന്ദവ കുടുംബങ്ങളൊക്കെയും പ്രാർത്ഥന ക്രമീകരിച്ച ഒരു ദൈവദാസനാണ്, ഒരു വിലപ്പെട്ട സഹോദരനാണ് ഇന്ന് എന്നെ വിട്ട് വേർപിരിഞ്ഞിരിക്കുന്നത്. അന്ന് ഞങ്ങൾ കഠിനാധ്വാനം ചെയ്തു. 12 പേരെ ആദ്യത്തെ ദിവസം പ്രാവശ്യം സ്നാനപ്പെടുത്തി. ഇവിടെ ഞാനൊരു 40 ദിവസം ഉപവാസം ഇരിക്കുമ്പോഴാണ് സംഭവിച്ചത്. എൻ്റെ 5 ദിവസത്തെ അവസാനത്തിൽ 5 ദിവസത്തെ കൺവെൻഷനിൽ അന്നത്തെ ഈ പ്രാർത്ഥനയെല്ലാം എനിക്ക് കൈത്താകൽ തന്ന എൻ്റെ വിലയേറിയ സ്നേഹിതന് ഇന്നെന്നെ വേർവിട്ടതോർത്ത് അല്പം ക്ലേശമുണ്ടെങ്കിലും ഞാനിവിടെ ആ ദിവസങ്ങളിൽ എൻ്റെ അമ്മയെ കാണുവാൻ ഞാൻ വീട്ടിൽ വരുമ്പോൾ എൻ്റെ അമ്മയും എന്നോട് പറഞ്ഞു, മോനെ, നമ്മുടെ ഉമ്മച്ചായൻ്റെ മകൻ ജോയ്ക്കുട്ടി എന്ന അമ്മ വിളിക്കുന്നത്. അമ്മ ഈ സ്ഥലവാസിയാണ്, ഇലഞ്ഞിത്തറ കുടുംബത്തിലെയാണ്. ജോയ്ക്കുട്ടി സുഖമില്ല എന്ന് കേൾക്കുന്ന, മോനൊന്ന് കയറണമെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് അതിനുശേഷം നിരന്തരമായി വരുവാനും അദ്ദേഹവുമായി സംസാരിക്കുവാനും ഒക്കെ ദൈവം അവസരം നൽകി. എന്നെ പാഷെന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട, നമ്മൾ പരസ്പരം വിളിക്കുന്ന എന്നെ കുഞ്ഞുപദേശം. അങ്ങനല്ല, ഇപ്പോൾ വലിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റൊക്കെ അല്ലേ. ഞാൻ പറഞ്ഞു, അതൊക്കെ ദൈവത്തിൻ്റെ പക്കൽ, നമ്മൾ സഹോദരന്മാരാണ്. അന്ന് വിളിച്ചു കുഞ്ഞുപദേശം, അന്ന് മാത്രം വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞങ്ങൾ സൗഹൃദ ബന്ധം പങ്കിട്ട് ദൈവത്തിന് ശ്രമിക്കുമ്പോൾ അദ്ദേഹം കരഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തിനാ ചോദിച്ചാൽ കരയുന്നേ? വേദന കൊണ്ടാണോ? അത് രോഗിയായത് അല്ല. എനിക്ക് ഒരു കുറ്റബോധം, എൻ്റെ സഹോദരൻ കുഞ്ഞുനോദിച്ചോട് ഒരു മാപ്പ് പറയണമെന്ന് ആഗ്രഹിച്ചു. അത് ഓർത്തപ്പോൾ കരഞ്ഞു പോയതാ. അതെന്താ? ദൈവം എൻ്റെ കുഞ്ഞുങ്ങളെ ഇത്രത്തോളം ഒക്കെ അനുഗ്രഹിച്ചു. കുഞ്ഞുനോദിച്ച് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ പോയിരുന്നു. അതുകൊണ്ട് നമുക്ക് പരസ്പരം കാണുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈ അനുഗ്രഹത്തിൽ എനിക്ക് കുഞ്ഞുനോദിച്ചയുടെ ശുശ്രൂഷയിൽ അതിൻ്റെ ചിലവുകളിൽ ഭാഗവാക്കാകുവാനോ പങ്കാളിയാകുവാനോ കഴിഞ്ഞില്ലല്ലോ എന്നൊരു കുറ്റബോധം എനിക്കുള്ളത്. ഞാൻ പറഞ്ഞു, വേണ്ട, ഇനി അങ്ങോട്ട് ആവർത്തിക്കേണ്ട. ദൈവത്തിന് സ്തോത്രം, അതിൻ്റെ ആവശ്യമില്ല. കർത്താവുള്ള പ്രത്യാശയിലിരിക്കുക. നമുക്ക് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് നമ്മൾക്ക് വീണ്ടെടുപ്പ് വന്നു, ദൈവമക്കളെന്ന പദവി നമുക്ക് അവകാശം തന്നു. ആ പ്രത്യാശയോടിരുന്ന് കർത്താവിൻ്റെ നിത്യതയിലേക്ക് പ്രവേശിപ്പാനുള്ളതായിരിക്കുന്ന ആശ്വാസമായിരിക്കുന്ന ഹൃദയം ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പറയുകയും ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങൾ ആദ്യമായി അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്തു. തുടർന്ന് ദൈവത്തിന് സ്തോത്രം വരുമ്പോഴെല്ലാം ഞങ്ങൾ സംസാരിക്കുകയും ഇവിടുന്ന് തൻ്റെ മകളുടെ വീട്ടിൽ ചെങ്ങന്നൂർ ദൈവത്തിന് സ്തോത്രം അങ്ങാടിക്കൽ കൊണ്ടുപോയപ്പോൾ അവിടെയും ചെന്ന്
ദൈവത്തിന് സ്തോത്രം. ബഹുമാനപ്പെട്ട സന്തോഷിൻ്റെ വീട്ടിൽ ചെന്ന് എൻ്റെ സ്നേഹിതനെ സഹോദരനെ കാണുവാനും പ്രാർത്ഥിക്കുവാനും സ്നേഹ സൗഹാർദ്ദങ്ങൾ തുടർച്ചയായി പങ്കിടുവാനും ഒക്കെയും ദൈവം സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇവിടെ വരുമ്പോഴും അവിടെ ചെല്ലുമ്പോഴും വളരെ പ്രശംസനീയമായ ഒരു കാര്യമുണ്ട്. അദ്ദേഹം കിടക്കുന്ന കിടക്കയും മുറിയും ഒരു രോഗി കിടക്കുന്ന തോന്നാതെ വണ്ണം വളരെ വൃത്തിയായി സൂക്ഷിപ്പാനും കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ തന്നെ അവരുടെ പപ്പായെ ശുശ്രൂഷിപ്പാൻ തക്കണം വേണ്ട ക്രമീകരണങ്ങൾ ചെയ്ത കുഞ്ഞുങ്ങളെ ഓർത്ത്, സഹോദരന്മാരായിരിക്കുന്ന മക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അന്ന് കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ സഹകരിക്കുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്ന് ദൈവം ഒരു അനുഗ്രഹിച്ചോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിലാപഭവനത്തിൽ പോകുന്നത് ഏറ്റവും നല്ലത്, സന്തോഷഭവനത്തിൽ പോകുന്നതിനേക്കാൾ വിലാപഭവനത്തിൽ പോകുന്നത് നല്ലത് എന്നുള്ളതായിരിക്കുന്ന ആ വാക്യാംശത്തിൽ ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവത്തിന് സ്തോത്രം. ഞാൻ നന്ദി പറയുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയ സ്നേഹിതനും നമ്മുടെ പ്രിയ സഹോദരനുമായിരിക്കുന്ന പ്രിയ ജോയിച്ചാന് ഒരു നല്ല ആത്മീയ യാത്രാ മംഗളങ്ങൾ നേർന്നുകൊണ്ടും പരേതൻ്റെ നിത്യശാന്തിക്കായി പ്രാർത്ഥിച്ചുകൊണ്ടും കർത്താവിൽ ഒരു നിത്യതയിലെ പ്രത്യാശ ആശംസിച്ചുകൊണ്ടും ഞാനൊരു വാക്കുകളെ ചുരുക്കുന്നു. എൻ്റെ സഹോദരനും സഹോദര കുടുംബവും സഹോദരിയും കുടുംബവും ബ്രദർ മിഷനിലാണ്. ബോംബെയിൽ നിന്ന് വിളിച്ച് പറഞ്ഞു ഞങ്ങളുടെ ഹാർട്ടി കണ്ടോൺസ് അറിയിക്കണമെന്ന്. ദൈവത്തിന് സ്തോത്രം. അത് എൻ്റെ 158 പേരടങ്ങിയ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ദൈവ അനുശോചനം അറിയിച്ചുകൊണ്ടും ഞാൻ നിൽക്കുന്ന ഇമ്മാനുവൽ മിഷൻ്റെ അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ ക്രിസ്തുവേസിൽ എനിക്ക് സമയം അനുവദിച്ചെന്ന ഇതിൻ്റെ നേതൃത്വം വഹിക്കുന്ന ലീഡ് ചെയ്യുന്ന കർത്താസന്മാർക്കും കുടുംബാംഗങ്ങൾക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹീതമായ തുടർന്നുള്ള നല്ല ശുശ്രൂഷയെ ദൈവം നൽകി നമ്മെ ആദരിക്കട്ടെ, മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റവറൻഡ് ഫാദർ ജേക്കബ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ചിൻ്റെ വകയായി അച്ഛൻ ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രാർത്ഥിക്കുക. ജീവന്മേലും മരണത്തിന്മേലും അധികാരമുള്ളവനായ ഞങ്ങളുടെ സർവശക്തനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ ആരും ആവശ്യപ്പെടാതെ ഭൂമിയിൽ ഒരു ജനനം അവിടുന്ന് ഞങ്ങൾക്ക് നൽകി തന്നു. ജീവിപ്പാനുള്ളതായ ദൈവകൃപയും അവിടുന്ന് തരുന്നതിനായി സ്തോത്രം. എന്നാൽ ഇവിടുത്തെ സമയമാകുമ്പോൾ ഇവിടെ കയറി വരിക എന്നുള്ള ഇമ്പകരമായ ശബ്ദത്താൽ അവിടുന്ന് ഞങ്ങളെ വിളിച്ച് അങ്ങയുടെ സന്നിധിയിൽ ചേർക്കുന്നതിനായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ഞങ്ങൾ തന്നിരിക്കുന്ന ഈ ജീവിതത്തിൽ അങ്ങയെ സ്നേഹിക്കുവാനും അങ്ങയെ കാണുവാനും അങ്ങയ്ക്ക് വേണ്ടി നിലനിൽക്കുവാനും അങ്ങയുടെ വചനം അനുസരിക്കുവാനും അവസരം തരുന്നതിനായി സ്തോത്രം കർത്താവേ. അങ്ങയുടെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ ഈ ലോകത്തിൽ വെച്ച് അങ്ങയോട് ചേർന്ന് ജീവിക്കുന്നവർക്ക് നിത്യമായ ഒരു ജീവൻ അവിടെ ദാനമായിട്ട് നൽകുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിനും അങ്ങനെ ഒരു ഭാഗ്യകരമായ അവസ്ഥ അവിടെ നൽകുന്നതിനായി സ്തോത്രം. അവിടുന്ന് കൊടുത്ത ആയുസ് അങ്ങയുടെ നാമമോഹത്തിന് വേണ്ടി ജീവിക്കുവാനും അങ്ങയെ സ്നേഹിക്കുവാനും അങ്ങയ്ക്ക് വേണ്ടി നിലനിൽപ്പാനും അങ്ങയുടെ വചനത്തിൻ്റെ സാക്ഷിയായി ജീവിക്കുവാനും കർത്താവ് അവസരം കൊടുത്തതിനായി സ്തോത്രം. അങ്ങനെ ആയിരിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കാൻ പിതാവിനെ അവിടുന്ന് അനുവദിച്ചിരിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. കർത്താവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞങ്ങൾ വേർവിടുമ്പോൾ വേദനയോ ഞങ്ങളുടെ മനസ്സിലുണ്ടെങ്കിലും കർത്താവെ നിത്യമായ പ്രത്യാശ അവിടുന്ന് നൽകി തന്നിരിക്കുന്നതിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതം ഞങ്ങൾക്ക് നഷ്ടമല്ല, അതൊരു പുതിയ ജീവിതത്തിൻ്റെ ആരംഭമാകിയാൽ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. പ്രിയപ്പെട്ട പിതാവ് അങ്ങനെ ധന്യമായ ജീവിതത്തിൽ പ്രവേശിച്ചിരിക്കിയാൽ പ്രിയപ്പെട്ടവരായിരിക്കുന്ന എല്ലാവർക്കും കർത്താവെ ആ നിത്യതയുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ട പിതാവിനെ കാണാമെന്നുള്ളതായ വലിയ പ്രത്യാശ അവിടെ നൽകിയിരിക്കുന്നതിനായി സ്തോത്രം കർത്താവെ. കർത്താവെ, അങ്ങയെ കണ്ടുകൊണ്ട് ജീവിപ്പാൻ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും സഹായിക്കണം എന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും കർത്താവ് സഹായിക്കണമേ. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നതുകൊണ്ട് പ്രിയപ്പെട്ട പിതാവ് കാണിച്ചതായ നല്ല മാതൃകളെ പിന്തുടരുവാനും ആ നിത്യജീവനെ മുറുകെ പിടിക്കുവാനും കർത്താവ് എല്ലാവരെയും സഹായിക്കണമേ. ആരും നിരാശയുടെ അനുഭവത്തിൽ കടന്നു പോകാൻ കർത്താവ് അനുവദിക്കരുതേയും പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വലിയ പ്രത്യാശയിൽ അവിടെ നിറയ്ക്കണമേ. ശുശ്രൂഷയിൽ ഇതുവരെ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. തുടർന്നും അവിടുന്ന് സാന്നിധ്യത്താൽ അവിടെ നിറയ്ക്കണേയും പ്രാർത്ഥിക്കുന്നു. സകല ഹൃദയങ്ങളെയും ദിവ്യമായ സമാധാനത്താൽ അവിടുന്ന് ആശ്വസിപ്പിച്ച് അവിടെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. അടികൾക്കും ഈ ഒരു വേർപാടുണ്ടെന്ന് മനസ്സിലാക്കി അങ്ങയോട് ചേർന്ന് ജീവിപ്പാൻ എല്ലാവരെയും സഹായിച്ചാട്ട്. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകലവും ഞങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സഹോദരൻ അലക്സ് മേൽപ്പാടം സഹോദരൻ ജോയുമായി ധാരാളമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രിയ സഹോദരനാണ്.
താൻ അല്പമായിട്ട് സംസാരിക്കുന്നത്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ദുഃഖകരമായ അവസ്ഥയിൽ പ്രിയപ്പെട്ടവരോട് ചേർന്ന് ദുഃഖത്തിൽ പങ്കുചേരുവാൻ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിസൈഡ് ചെയ്ത ശ്രേഷ്ഠദാസൻ ഓർപ്പിച്ചതുപോലെ പ്രിയ ജോയിച്ചനുമായി സഹോദരങ്ങളാകുന്ന ഞങ്ങൾക്ക് പല പ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിപ്പാനായിട്ട് ഇടയായിട്ടുണ്ട്. ആ വിധത്തിൽ കൂട്ടു സഹോദരന്മാർ ഒത്തിരി പേര് ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാൻ കഴിഞ്ഞിട്ടുണ്ട്. തിരുവല്ല ചുറ്റുപാടുകളിലും നടന്നു വരുന്ന ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് എല്ലാ വ്യാഴാഴ്ചയും നടക്കുന്നുണ്ട്. ഗോസ്പൽ മ്യൂസിക് ഫെസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിലാണ്. ആ പ്രാർത്ഥനയിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു കർത്തദാസനാണ് തൻ്റെ രോഗത്തിൻ്റെ മൂർച്ഛന്യ അവസ്ഥയിൽ എത്തുന്നതിന് മുന്നേ തന്നെ എല്ലാ പ്രാർത്ഥനയിലും വ്യാഴാഴ്ചത്തെ പ്രാർത്ഥനയിലും പല ഭാഗങ്ങളിൽ വളരെ ദൂരെ, ഇവിടുന്നൊക്കെ ഒത്തിരി ദൂരെ കിലോമീറ്റർ താണ്ടി അനേക ഭവനങ്ങളിൽ പോയി, സഭകളിൽ പോയി ഞങ്ങൾക്ക് ഒരുമിച്ച് എല്ലാ വ്യാഴാഴ്ചയും പ്രാർത്ഥിപ്പാനായിട്ട് ഇടയായിട്ടുണ്ട്. ആ വെളിച്ചത്തിൽ ആ പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട് പ്രിയ സഹോദരന്മാർ പലരും ഇവിടെ സ്റ്റേജിലും ഓഡിയൻസിലും ഇരിപ്പുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 3 ആഴ്ചയ്ക്ക് മുന്നേ ഈ ഭവനത്തിൽ ഏറ്റവും ഒടുവിലായി കടന്നു വരുവാനിടയായി. ആ സമയത്ത് ഒന്നും തന്നെ മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയായിരുന്നു. എന്നാൽ ചില മാസങ്ങൾക്ക് മുന്നേ കടന്നു വന്നപ്പോൾ എന്നെ തിരിച്ചറിയുകയും ആ വിധത്തിൽ തൻ്റെ പറയാനൊന്നും കഴിയാത്ത അവസ്ഥയിൽ തൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്ന് എന്നെ കൈക്ക് പിടിച്ച് അവിടെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നു. അതാണ് താൻ ഏറ്റവും ഒടുവിലായി പ്രതികരിച്ച ആ സമയം. അതിന് ശേഷം പല പ്രാവശ്യം കടന്നു വന്നിട്ടും ആരാന്ന് മനസ്സിലാക്കുവാൻ കഴിയാത്തവണ്ണം തൻ്റെ ശരീരവും ബലഹീനാവസ്ഥയിൽ ആയിരുന്നു. എന്നാൽ കൊടുത്തിരിക്കുന്ന വലിയ പ്രത്യാശയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ മക്കളോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകുന്നുണ്ട്. അനേക അനുഭവങ്ങൾ പങ്കുവെക്കുവാൻ കഴിയുന്നുണ്ട്. പ്രിയ മക്കളുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് തെങ്ങയിലേക്ക് BBSന് കടന്നു വരുന്ന രംഗം ഞാൻ ഓർക്കാറുണ്ട്. അതുപോലെ വിവിധമായ ശുശ്രൂഷകൾക്ക് പ്രിയ ജോയിച്ചാൻ കടന്നു വരുന്ന രംഗം ഞങ്ങൾ ഓർക്കാറുണ്ട്. ബലഹീന ശരീരത്തോടു കൂടി ആണെങ്കിലും തൻ്റെ വാഹനവുമായിട്ട് ദീർഘദൂരം യാത്ര ചെയ്ത് പല മീറ്റിങ്ങുകൾക്കും പല ശുശ്രൂഷകൾക്കും കടന്നു വരുന്ന രംഗം ഓർക്കുകയാണ്. എന്നാൽ ദൈവം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എത്ര നാൾ ഈ വിധത്തിൽ ജീവിക്കണമെന്നുള്ളത് ദൈവം ഒരുക്കിയിട്ടുണ്ട്. ആ ഒരുക്കുന്ന സമയം വരെയും കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ദൈവം ആ ഒരു വ്യക്തിയെ ഇടയാക്കുന്നു. പ്രിയ ജോയിച്ചായൻ ഞങ്ങൾ ഓർക്കുകയാണെങ്കിൽ അങ്ങനെ ആ ആത്മീയമായ ബന്ധം പറയുന്നതോടൊപ്പം തന്നെ മേൽപ്പാടവുമായി ജോയിച്ചായൻ്റെ ബന്ധം നമുക്കെല്ലാവർക്കും അറിയാം. ജോയിച്ചായൻ്റെ മാതാവ് മേപ്പാടം സ്വദേശിയാണ്. പ്രിയപ്പെട്ടവർ ഒത്തിരി പേര് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അവർ ആ വിധത്തിലും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ആ അമ്മച്ചിയെ കണ്ട ഓർമ്മയൊക്കെ ഉണ്ടെങ്കിലും ആ വിധത്തിൽ ഒത്തിരി പരിചയപ്പെടുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ കുടുംബവുമായിട്ട് ജോയിച്ചായനും മക്കളും അവരുടെ കുടുംബവുമായി പ്രിയ സന്തോഷവും അതുപോലെ ജയനും അതുപോലെ മൂത്ത മോനും എല്ലാവരുമായിട്ട് വളരെ സഹകരിപ്പാനായിട്ട് ഇടയായിട്ടുണ്ട്. എൻ്റെ വാക്കുകൾ ഞാൻ ദീർഘിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പുത്തൻകാവ് ഒരു ക്യാമ്പ്, കുട്ടികളുടെ ബാലസംഘത്തിൻ്റെ ടീൻസ് ക്യാമ്പ് നടക്കുകയാണ്. അവിടെ ആയതുകൊണ്ട് വൈകുന്നേരമുള്ള ആ പ്രാർത്ഥനയ്ക്കൊന്നും പങ്കെടുക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ഞായറാഴ്ച വൈകുന്നേരം ഇവിടെയുള്ള പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞു. ഞാൻ ഓർപ്പിക്കുന്നത്, ഒരു വ്യക്തി ജീവിക്കുന്ന ആയുസ് കുറഞ്ഞ ആയുസ്സായാലും നമുക്ക് നൽകുന്ന ഏത് ആയുസ് എത്ര വർഷമായാലും അത് പ്രയോജനപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ കഴിയുന്നു എന്നുള്ളത് ഏറ്റവും ചിന്തിക്കേണ്ടതായ കാര്യമാണ്. തൻ്റെ പ്രിയപ്പെട്ടവൾ
ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടതിന് ശേഷം താൻ മാനസികമായും ശാരീരികമായും വളരെ വേദനയോടുകൂടിയാണ് നാളുകൾ നീട്ടിക്കൊണ്ടുപോയത് എന്ന് നന്നായിട്ട് നമുക്കറിയാം. എങ്കിലും അതേ സമയങ്ങളിലൊക്കെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ കുറച്ചുകൂടെ വ്യാപൃതനാകുവാൻ പ്രിയ ജോയിച്ചാന് കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. പലവിധമായ കാര്യങ്ങൾ പറയുവാനുണ്ടെങ്കിലും വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമുക്ക് തരുന്ന ചെറിയ ആയുസ്സായാലും വലിയ ആയുസ്സായാലും ദീർഘവർഷങ്ങളായാലും കുറഞ്ഞ വർഷങ്ങളായാലും കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ഇടയാകണം, കർത്താവിനെ സാക്ഷീകരിക്കുവാൻ ഇടയാകണം, കടന്നു വരുന്നിടത്തൊക്കെ മാതൃകയായിട്ട് മുന്നോട്ട് പോകുവാൻ ഇടയാകണം. നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ കർത്താവിന് വേണ്ടി വിനിയോഗിക്കുവാൻ ഇടയാക്കണം. അത് ഒരു പരിധിവരെ ചോദിച്ചാൽ അതിനിടയായി എന്നുള്ള ഓർത്ത് സന്തോഷം പങ്കുവെക്കുന്നു. കുഞ്ഞുങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും കൊടുത്ത എല്ലാവിധ സന്തോഷത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ പ്രിയ സഹോദരന്മാർ, കൂട്ടു സഹോദരന്മാർ, പ്രത്യേകിച്ച് ഗോസ്പൽ മ്യൂസിക് ഫെസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളോട് ബന്ധപ്പെട്ട് ആയിരിക്കുന്ന എല്ലാ സഹോദരന്മാരുടെയും പ്രതിനിധിയായിട്ട് ഒരു വാക്ക് ദുഃഖം ഈ സമയത്ത് ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് തെങ്ങേലി സഭയുടെയും ദുഃഖം ഈ സമയത്ത് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. കർത്താവ് തരുന്ന ആയുസ് കർത്താവിന് വേണ്ടി ജീവിക്കുവാനിടയാകണം. തൻ്റെ തലമുറയിൽ ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിപ്പാൻ ഇടയാകണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം എന്നുമെന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. പഞ്ചായത്ത് ബ്ലോക്ക് മെമ്പർ ശ്രീമതി വീണ മാധവൻ 2 വാക്ക് സംസാരിക്കും. ബഹുമാനീയരായ ബന്ധുമിത്രാദികളെ, ഇടവകയിൽ നിന്ന് എത്തിയിട്ടുള്ള രക്ഷാധികാരികളെ, നമ്മളെ ഓരോരുത്തരെയും വിട്ടുപിരിഞ്ഞ് നമ്മുടെ ജോയിച്ചതിൻ്റെ ഈ മരണത്തിൽ ഈ ബ്ലോക്ക് മെമ്പർ എന്ന നിലയിൽ എൻ്റെ അനുശോചനം രേഖപ്പെടുത്തുന്നു. എൻ്റെ കുടുംബത്തിൻ്റെയും പേരിലുള്ള അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ഇവാഞ്ചലിസ്റ്റ് അനിയൻ വർഗീസ് 2 മിനിറ്റ് സംസാരിക്കാൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മെ വിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ട ജോയിസ് സഹോദരനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹവുമായിട്ട് അനുഗ്രഹീതമായ ഒരു ആത്മീയ ബന്ധം പുലർത്തുവാൻ എനിക്കും ഇടയായിട്ടുണ്ട്. ആരോഗ്യത്തോടെ ഇരുന്നപ്പോൾ ധാരാളം ആത്മീയ ശുശ്രൂഷകളിലൊക്കെ ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട്. ബലഹീനനായി തൻ കിടക്കയിലായപ്പോൾ ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ വന്ന് കണ്ട് അല്പനേരം സംസാരിച്ചു. താൻ വീണ്ടും ആരോഗ്യത്തിലേക്ക് മടങ്ങി വരും എന്നും നമുക്ക് ഒരുമിച്ച് ചില പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞത് ഞാൻ ഈ സമയത്ത് ഓർക്കുന്നുണ്ട്. അതുപോലെ മരണത്തിന് ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളിവിടെ വന്ന് തന്നെ കണ്ടു. അപ്പോൾ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പോകുവാനിടയായി. പ്രിയപ്പെട്ടവൻ്റെ ദേഹാഭിയോഗത്തിൽ ദുഃഖത്തിലിരിക്കുന്നവരെ സ്വർഗത്തിലെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. സഹോദരൻ ഇവാഞ്ചലിസ്റ്റ് പോൾ രാമകൃഷ്ണൻ ഇവിടുത്തെ കടന്നു വന്നിട്ടുണ്ട്. അരുണിൻ്റെ ഫാദറാണ്. അദ്ദേഹം അല്പമായിട്ട് സംസാരിക്കും. അഴിയുമെന്തേകം പുഴുതിന്നാലും അഴിയാമഹത്വത്തിൽ തേജസ്സിൽ വാഴും, അഴിയാമഹത്വത്തിൻ തേജസ്സിൽ വാഴും. വരും ഒരു നാൾ പ്രാണപ്രിയൻ ദുരിതങ്ങളകിലും തീർത്തിടുവാൻ. അങ്ങനെ നമ്മുടെ പ്രിയങ്കരനായ ബ്രദർ ജോയി ഈ ലോകത്തോടെ ഇവിടെ പറഞ്ഞു. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ദുഃഖത്തിൽ ഞാനും ഞങ്ങളുടെ കുടുംബവും ഞാൻ ബന്ധപ്പെട്ട് നിൽക്കുന്ന പള്ളികൾ ബ്രദർ അസംബ്ലിയും അവരുടെ ദുഃഖത്തിൽ പങ്കുകൊള്ളുകയും സാന്ത്വനത്തിൻ്റെയും
പ്രത്യാശയുടെ വാക്കുകൾ അറിയിക്കുകയും ചെയ്യുന്നു. എൻ്റെ ഇവിടെ പറഞ്ഞു കേട്ടതുപോലെ, ആരോ പറഞ്ഞതുപോലെ, പ്രിയപ്പെട്ട ജെയ്സൻ്റെ ഭാര്യ എൻ്റെ മരുമകളുടെ മൂത്ത സഹോദരിയാണ്. അങ്ങനെയുള്ളൊരു ബന്ധമുണ്ട്. അതിലുപരി ഈ ഒടുവിലത്തെ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വിലയുള്ള ബന്ധത്തിൽ YMFൻ്റെ ഏകദിന പ്രവർത്തനങ്ങൾ, പ്രാർത്ഥനാ കൂടിവരവുകൾ ആദിയായ ആ സംരംഭങ്ങളിലൊക്കെയും താൻ ഉത്സാഹത്തോടെ സംബന്ധിക്കാറുണ്ട്. ഞാനും അപ്പോൾ സഹകരിക്കാറുണ്ട്. പള്ളിക്കലിലും പലവട്ടം, ഒന്നിലധികം വട്ടം അവിടെയും വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു പരിചയമുണ്ട്. 2002 ഞാൻ ആദ്യമായി കണ്ടത്. ഞങ്ങളുടെ മകൻ്റെ വിവാഹത്തോടെ ബന്ധത്തിൽ തൻ്റെ വീട്ടിൽ ഞങ്ങളുടെ താമസിച്ച പാർപ്പിടത്തിൽ വസതിയിൽ വന്നത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. പ്രിയപ്പെട്ട ബ്രദർ, നമുക്കറിയാമല്ലോ, നാം കേട്ടതുപോലെ ജോലി തിരക്കുകളിൽ എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഒടുവിലത്തെ ദിവസങ്ങളിൽ താൻ കർത്താവിൻ്റെ വിലയുള്ള ബന്ധത്തിൽ അമിതമായ താല്പര്യം കാണിച്ചു എന്നുള്ള വസ്തുത ഒരു യാഥാർത്ഥ്യമാണ്. താൻ നമുക്കറിയാമല്ലോ, തൻ്റെ ചേതനേറ്റ ശരീരത്തിൻ്റെ അടുത്താണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. നാം ഇവിടെ നിൽക്കുന്നത് പ്രിയപ്പെട്ട കർത്തദാസൻ്റെ യാത്രയയപ്പിന് വേണ്ടിയല്ല. ഈ ആഴ്ചവട്ടത്തിൻ്റെ അതിരാവിലെ അതേ പുലർകാലത്ത് ആരോടും പറയാതെ താൻ യാത്ര ആയി കഴിഞ്ഞു. ഇവിടെ ആബ്സെൻ്റ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ പ്രസൻ്റ് ആയി കഴിഞ്ഞു, യാത്രയായി. ഇപ്പോൾ നാം കൂടി വന്നത് തൻ്റെ നിത്യശാന്തിക്ക് വേണ്ടിയല്ല. തൻ്റെ കൗമാരപ്രായത്തിൽ കർത്താവായ യേശുവിനെ ഹൃദയത്തിൻ്റെ അതേ ഉള്ളിൻ്റെ ഉള്ളറയിൽ താൻ എപ്പോൾ അംഗീകരിച്ചുവോ താൻ എന്നേക്കുമായി രക്ഷ കൈവരിച്ചു എന്നുള്ളതാണ് ബൈബിൾ പറയുന്ന സത്യം. അങ്ങനെ താൻ അന്ന് തന്നെ ആത്മശാന്തിയും നിത്യശാന്തിയും കൈവരിച്ചു. കഴിഞ്ഞ ഈ ഞായറാഴ്ച അതിരാവിലെ സമയത്തെ പുറകാലത്ത് താൻ യാത്രയായി. തൻ്റെ യാത്രയയപ്പിന് വേണ്ടി നാം വന്നിട്ടില്ല. തൻ്റെ ചേതനേറ്റ തൻ്റെ ഈ ഭൗമിക ശരീരത്തെ നീതിമാന്മാർക്ക് ഉചിതമായ നിലയിൽ മൺകെട്ടുകൾക്കിടയിൽ മറവ് ചെയ്യാൻ വേണ്ടിയാണ് നാം ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ജീവിതം ദുരിതപൂർവമാണ്. നമുക്കറിയാം, ദുരിതപർവ്വതമാണ്. നാം പറയാറുണ്ട് ദീർഘകാലം ജീവിക്കണമെന്ന് പറയും. എന്നാൽ ദീർഘകാലം 40 വയസ്സ് കഴിയുമ്പോൾ തന്നെ പലവിധത്തിലുള്ള അവശതകളും അസ്വസ്ഥതകളും ഏർപ്പെടുക സ്വാഭാവികമാണ്. മഹാകവി കുമാരനാശാൻ 110 കൊല്ലത്തിന് മുമ്പ് പാടിയ ആ വീണഭൂവിൽ ഹാ പുഷ്പമേ അധിക തുങ്കപദത്തിലെത്ര എന്നാരംഭിച്ചിട്ട് അവസാനം അവനി വാഴ്വി കിനാവ് കഷ്ടം എന്നാണ്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെയും അവസാനത്തെയും വാക്കുകളെ സംയോജിക്കുമ്പോൾ കാണുന്നത് ഹാ കഷ്ടം എന്നാണ്. ജീവിതം കഷ്ടമാണ്, മാറ്റമില്ല. ഭൗമിക ജീവിതം ചിലപ്പോൾ ചിലർക്ക് അങ്ങനെ അല്ലായിരിക്കാം. നമുക്കറിയാവുന്ന മികവ് നായകന്മാരായ പലരും വളരെ വേദനയും യാതനയും അനുഭവിച്ച് പരീക്ഷയിലൂടെ കടന്നുപോയവരാണ്, മരണയോദ്ധാൻ കടന്നവരാണ്. നമുക്ക് അറിയാം. ഞാൻ ചിലപ്പോൾ ഓർക്കുന്നൊരു വാക്യമുണ്ട്, 90-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ അവൻ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ആ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗത്ത് കർത്താവിൻ്റെ കാഹളനാദത്തിങ്കൽ ഉയർത്തെഴുന്നേൽപ്പിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാറുണ്ട്. അങ്ങനെ ചിന്തിക്കുവാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ചിന്തിക്കട്ടെ, തർക്കമില്ല. എന്നാൽ ഞാൻ പറയട്ടെ, അതിന് മൂലഭാഷയുള്ള ബന്ധത്തിലും ഡോക്ടർ മൊഫറ്റിൻ്റെ വിവർത്തനത്തിലും അങ്ങനെയല്ല. ഓശാന ബൈബിളിൽ വായിക്കുന്നത് അവൻ മർത്യനെ മണ്ണിലേക്ക് മടക്കി അയക്കും, മനുഷ്യമക്കളെ മണ്ണിലേക്ക് മടങ്ങി പോകൂ എന്നാണ്. മൊഫറ്റ് പറയുന്നത് യു ടേൺ മാൻ ബാക്ക് ടു ഡസ്റ്റ്, സേയിങ് റിട്ടേൺ ടു ഡസ്റ്റ് ഓ സൺസ് ഓഫ് മെൻ എന്നാണ്. തമിഴ് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു തമിഴിൽ വായിക്കുന്നത് മണ്ണാന മനിതനെ മണ്ണുക്കുൾ തിരുമ്പ ചെയ്യുകീർ എന്ന് പറഞ്ഞാൽ മണ്ണായ മനുഷ്യനെ മണ്ണിലേക്ക് മടക്കി അയക്കുന്നു. മണ്ണാക തിരുമ്പുങ്കൽ എന്നാണ് അവർ ചൊല്ലുகிறாർ. മനുമക്കളെ മണ്ണാക മണ്ണിലേക്ക് മണ്ണായിട്ട് പോകണമെന്നാണ്. അത് പുനരുത്ഥാനത്തെ സൂചിപ്പിക്കുന്ന എത്രയോ വാക്യങ്ങൾ ബൈബിളിലുണ്ട്. എന്നാൽ ഇത് പറയുന്നത് ദൈവജനത്തിൻ്റെ മരണത്തെ സംബന്ധിച്ചാണ്. മാറ്റമില്ല. 90-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ അങ്ങനെ മടങ്ങിപ്പോകുക എന്ന് പറഞ്ഞപ്പോൾ, മനുഷ്യമക്കളെ മടങ്ങിപ്പോകൂ എന്ന് പറഞ്ഞപ്പോൾ, എൻ്റെ മകനെ ജോയിയെ മടങ്ങിപ്പോകൂ എന്ന് സ്വർഗത്തിലെ ശബ്ദം കേട്ടപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ചയുടെ പുലർകാലത്തിൽ താൻ യാത്രയായി. മരണം എങ്ങനെയാണല്ലോ,
അങ്ങനെ പോയി ജീവിതം സന്തോഷ സമ്മിശ്രമാണ്. വേദന അനുഭവിക്കേണ്ടി വരും, യാതന അനുഭവിക്കേണ്ടി വരും, അനുഭവിച്ചു കാണും. അതെല്ലാം കർത്താവ് പറയുന്നു പരീക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം ആവുക ചെയ്യുന്നത് സ്വാഭാവികമാണ്. എന്നാൽ താൻ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. അതാണ് അതിൽ ശ്രേഷ്ഠമായ ഒരു കാര്യം. ആ മരണം, ഇറ്റ് ഈസ് പ്രഷ്യസ് ഡെത്ത്. അത് വിലപ്പെട്ട മരണം, തൻ്റെ ഭക്തന്മാരുടെ മരണം വിലയേറിയത്. ആ മരണം വിലയേറിയത്. കർത്താവിനെ കൈക്കൊള്ളാത്തവരുടെ മരണമാകട്ടെ, ഇങ്ങനെ പറയാറുണ്ട്, the eternal separation from the God which is the second death. അതാണ് എന്നേക്കുമുള്ള വേർപാട്. എന്നാൽ ദൈവജനത്തെ സംബന്ധിച്ച് പൗലോസ് പറയുന്നു, I want live this life and be with Christ. It is far far better. അങ്ങനെ എൻ്റെ പ്രിയ ബ്രദർ ജോയ് കർത്താവിലേക്ക് പോയി. എന്നാൽ നാം പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ അല്ല. ദുഃഖിക്കണം, എന്നാൽ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ അല്ല. സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിവുള്ള തൻ്റെ ശക്തി കൊണ്ട് നമ്മുടെ ബലഹീന ശരീരത്തെ രൂപാന്തരപ്പെടുത്തുവാൻ അവിടുന്ന് എത്രയും വേഗം വരും. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു. നാം ഇന്നവിധം ആകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ ഇരിക്കുന്നത് പോലെ കാണുന്നതാകെ കൊണ്ട് അവനോട് സദൃശർ ആയി തീരും. ഈ പ്രിയ ബ്രദർ ജോയിയെ നാം ഒരിക്കൽ കാണും, കർത്താവിൻ്റെ സന്നിധിയിൽ കാണും. ആ പ്രത്യാശയുടെ ആ ചുവന്ന ചക്രവാളത്തിൽ അവരെ കർത്താവിനെ സന്നിധിയിൽ കാണുമെന്നുള്ള പ്രത്യാശ നമുക്കുണ്ടല്ലോ. ഈ വാക്കുകളോടെ എൻ്റെ അനുസ്മരണത്തിന് അവസാനത്തെ കുത്തിരട്ടെ. സമയം നൽകിയതിന് പ്രത്യേക നന്ദി പറയുന്നു. ആമേൻ. ജീവനും വേറുത്ത വീരന്മാർ, നീതിമാന്മാരായ സിദ്ധന്മാർ, ജീവനും വേറുത്ത വീരന്മാർ, വീണകേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുമേ. വീണകേളേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുമേ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദസന്നദ്ധരായി നിന്നിടുന്നേ. ശസ്ത്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശസ്ത്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഇവാഞ്ചലിസ്റ്റ് ജോർജ് കുട്ടി, പ്ലീസ് കം. വളരെ ചുരുങ്ങിയ മിനിറ്റുകളിൽ സംസാരിക്കും. വാത്സല്യ ജോയിച്ചാനെക്കുറിച്ചുള്ള ഓർമ്മകളുടെ മുൻപിൽ തേജോമയനായ കർത്താവിനെ മഹത്വപ്പെടുത്തുക മാത്രമേ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഒരു സുവിശേഷകൻ എന്ന നിലയിൽ സ്നേഹവും സൗഹാർദ്ദതയും നൽകിയിട്ടുള്ളത് ഓർമ്മയിൽ ഓടിയെത്തുന്നു. പിന്നീട്
മകൾ ജെനി ചെങ്ങന്നൂർ, സഹോദരൻ സന്തോഷുമായി ഉള്ള വിവാഹത്തെ തുടർന്നും ആ സൗഹാർദ്ദതയും സഹകരണവും സ്നേഹവും കുറേ കൂടെ വളരുകയാണ് ഉണ്ടായത്. ആ ഭവനത്തിൽ ചുരുങ്ങിയ നാളുകൾ വിവശതയിലായിരുന്ന സന്ദർഭത്തിലും അടുത്ത് സഹകരിപ്പാനും പ്രാർത്ഥിപ്പാനും സാധ്യതമായിട്ടുള്ളത് ഓർക്കുന്നു. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ കർത്താവ് കഷ്ടതയുടെ താഴ്വീതിയിലൂടെ കടന്നു പോകുന്ന ദൈവമക്കളോട് സ്വയം ബന്ധപ്പെടുത്തുന്നത് 2 പ്രത്യേക നിലയിലാണ്. അതിലാദ്യത്തെ സവിശേഷത ആദ്യനും അന്ത്യനുമായവൻ എന്നാണ്. ഈ പ്രപഞ്ചത്തോടും ജീവ ചൈതന്യങ്ങളോടുമുള്ള ബന്ധത്തിൽ അതിൻ്റെ ആരംഭവും അവസാന വാക്കും കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്നാൽ ഏറെ സവിശേഷതയാർന്ന പ്രസ്താവ്യം മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്തവൻ എന്ന ആ പ്രസ്താവനയാണ്. കർത്താവായ യേശു ക്രിസ്തു മാനവ പാപ പരിഹാരത്തിന് വേണ്ടി ഭൂമിയിൽ മനുഷ്യനായി വന്ന് മരിച്ചു, നിണം ചിന്തി. എന്നാൽ അവിടം കൊണ്ട് ആ കാര്യം അവസാനിക്കുകയല്ല. എന്നേക്കും അഴിയാത്ത ജീവൻ്റെ മഹിമയിൽ ഉയർത്തെഴുന്നേറ്റ് ഇന്നും വാഴുന്നതിനാൽ യേശു ക്രിസ്തുവിൽ വാസ്തവികമായി വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ഏത് ഒരു വ്യക്തിക്കും യാതൊരുവിധ പരിമിതികളും എന്നെ വിഭാഗീയത എന്നെ ഭാസുരമായ ശാശ്വതമായ ആ പ്രത്യാശയിൽ ഉറയ്ക്കുവാൻ സാധ്യതമായി തീരും. വാസ്തവത്തിൽ ഈ ചുരുങ്ങിയ ആയുസ്സുകൊണ്ട് ഏതൊരാൾക്കും സാധിക്കേണ്ട കരണീയമായ കാര്യവും അതുതന്നെയാണ്. കർത്താവ് എല്ലാ ഹൃദയങ്ങളെയും ആശ്വസിപ്പിക്കട്ടെ, മക്കളെ സമാധാനിപ്പിക്കട്ടെ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അങ്ങാടിക്കൽ സൗത്ത് ബ്രദറൻ അസംബ്ലിയോടുള്ള ബന്ധത്തിൽ ഞങ്ങളുടെ പ്രത്യാശയെ പ്രിയപ്പെട്ടവരോട് അറിയിച്ചു കൊള്ളുന്നു. ഇവാഞ്ചലിസ്റ്റ് എം വി ബാബു അല്പസമയം സംസാരിക്കും. ദൈവത്തിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജോയിച്ചാൻ ഈ ദേശത്തിൻ്റെ ഭാഗമായി ജീവിച്ചു, ഒരു സാധാരണക്കാരനായി ജീവിച്ചു. എങ്കിലും ഇവിടെ അനേക ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് എടുത്തു പറയുവാൻ കാരണമായത് ലോകപ്രകാരമുള്ള തൻ്റെ കോൺട്രിബ്യൂഷൻ കൊണ്ടല്ല, എന്നാൽ ഒരു ചുരുങ്ങിയ കാലഘട്ടമാണെങ്കിലും സുവിശേഷത്തോടും കർത്താവിനോടുമുള്ള ആഭിമുഖ്യവും സ്നേഹവും കേവലം വാക്കുകളിൽ ഒതുങ്ങുന്നതല്ലായിരുന്നു. അത് തൻ്റെ പ്രായോഗിക ജീവിതത്തിൽ ആവോളം ഇറങ്ങിത്തിരിച്ചു. പോകാവുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി. എൻ്റെ കൂടെ തമിഴ്നാട്ടിൽ ഒരു വലിയ കൺവെൻഷനും അതിനോട് ചേർന്ന പ്രവർത്തനത്തിനും അദ്ദേഹം 1-2 പ്രാവശ്യം വരികയുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ പ്രവർത്തിക്കുന്ന പുളിയങ്കുടി എന്ന് പറയുന്ന സഭയിൽ ബഥേൽ ബ്രദറൻ അസംബ്ലിയിൽ നിന്ന് സുവിശേഷകൻ ഫിലിപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അവിടെയുള്ള 2 വ്യക്തികളാണ് ജോയിച്ചാനെ ആ അവസാന മാസങ്ങളിൽ ശ്രദ്ധയോടുകൂടി പരിചരിക്കുവാൻ ഇവിടെ വന്നത്. അതിലൊരാൾ ബൈബിൾ സ്കൂള് ഗ്രാജുവേറ്റ് ചെയ്ത ഒരു സഹോദരനാണ്, സുവിശേഷ പ്രവർത്തനത്തിൽ സജീവമായി നിൽക്കുന്ന ഒരാളാണ്. എങ്കിലും ഇവിടെയുള്ള ആവശ്യത്തിന് അവർ കടന്നു വരുവാൻ ഇടയായി. നമുക്ക് ശേഷിപ്പിച്ചിരിക്കുന്ന പ്രത്യാശ ദൈവമക്കൾ എന്നുള്ള നിലയിൽ സുവിശേഷത്തിൽ പങ്കുചേരുക, കർത്താവിൻ്റെ മഹത്വമാർന്ന ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിക്കുക, അതുമാത്രമേ ഈ ലോകത്തിൽ നിലനിൽക്കുകയുള്ളൂ. അവിടെ മാത്രമേ പേരെടുത്ത് പറയുവാൻ, ഉയർത്തി പറയുവാൻ കഴിയുന്ന ഒരു പ്രവൃത്തി അത് മാത്രമേ ഉള്ളൂ. ദൈവം സഹായിക്കട്ടെ. എന്നാൽ നമുക്ക് ഏവർക്കും ശേഷിപ്പിച്ചിരിക്കുന്ന ഏറിയ പ്രത്യാശയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യാശ തന്നെ നമുക്കുണ്ടോ എന്ന് സംശയിക്കുന്ന അങ്ങനെ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ആ പ്രത്യാശയെ ഒന്ന് പുതുക്കുവാൻ ഓരോ മരണക്കിടയ്ക്കും ഇടയാക്കുന്നു. നമ്മുടെ കർത്താവ് എത്രയും വേഗം വരുന്നു. ആദിമ ക്രൈസ്തവ സമൂഹം പറഞ്ഞതുപോലെ മാറാനാഥ എന്നുള്ള ആ വാക്കിൻ്റെ ആഴമായ അർത്ഥത്തോടു കൂടി അന്യോന്യം പറയാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.
ഇവാഞ്ചലിസ്റ്റ് PS ബേബി അല്പസമയം അതിന് സംസാരിക്കും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ദർഭത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാൻ തക്കവണ്ണം എനിക്കും എൻ്റെ കുടുംബത്തിനും സാധിച്ചു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ജോയിച്ചായൻ്റെ ജീവിതത്തിൻ്റെ ഒടുവിലത്തെ സന്ദർഭങ്ങളിൽ താൻ വളരെ ബലഹീനനായിരിക്കുമ്പോൾ ബലഹീന ആ ശരീരത്തിൽ താൻ എന്നോടുകൂടെ ചെങ്ങന്നൂരിൻ്റെ പല ഭാഗങ്ങളിലും കർത്താവിൻ്റെ വേല ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങൾ തമ്മിൽ അങ്ങനെ സഹകരിച്ച് പ്രവർത്തിപ്പാൻ പല സന്ദർഭങ്ങളിൽ സാധിച്ചിട്ടുണ്ട്. തൻ്റെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച ശേഷം തനിക്ക് സംഭവിച്ചതായ മാറ്റങ്ങളെക്കുറിച്ചും താൻ അനുഭവിക്കുന്നതായ ദിവ്യമായ സമാധാനം, ഹൃദയത്തിൻ്റെ ആശ്വാസം, പ്രത്യാശ, ആ വലിയ സന്തോഷം തന്നിൽ നിന്ന് വളരെയധികം തന്നിൽ കേൾക്കുവാനും കാണുവാനും ഒക്കെയും എനിക്ക് സാധിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവൻ തൻ്റെ കഷ്ടം നിറഞ്ഞ, വേദന നിറഞ്ഞ, രോഗം നിറഞ്ഞ ശരീരത്തിൽ നിന്ന് ആ ശരീരത്തെ വിട്ട്, പൗലോസ് പറഞ്ഞ പോലെ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുവാൻ തക്കവണ്ണം താൻ വളരെ കാംക്ഷയുള്ളവനായിരുന്നു. തൻ്റെ ആഗ്രഹത്തെ ദൈവം സഫലീകരിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവൻ ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്നു. തൻ്റെ എല്ലാ ക്ലേശങ്ങളും കഷ്ടങ്ങളും വേദനകളും മാറിയിരിക്കുന്നു. പ്രിയപ്പെട്ട അവൻ്റെ മക്കളും അങ്ങനെ ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തെ സേവിച്ചും ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുവാൻ അവർക്കും ദൈവം ഇടയാക്കട്ടെ. നമ്മുടെ കർത്താവ് നമ്മെ ചേർക്കുവാൻ വീണ്ടും വരും. നമ്മുടെ പ്രത്യാശ അതാണല്ലോ. ഈ ശരീരം വളരെ ബലഹീനമായി ഇങ്ങനെ സൃഷ്ടിച്ച് ആയിരിക്കുന്നു എങ്കിലും നമ്മുടെ കർത്താവിൻ്റെ വരവിങ്കൽ പ്രിയപ്പെട്ടവൻ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ഉയർത്തെഴുന്നേറ്റ് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അന്ന് പ്രിയപ്പെട്ടവനെ നമുക്ക് തേജസ്സിൽ കാണാം. ആ വലിയ പ്രത്യാശ നമുക്കുള്ളതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു എന്നാണല്ലോ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നമ്മളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടുമെന്നുള്ള ആ വലിയ പ്രത്യാശ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അന്ന് പ്രിയപ്പെട്ടവനെയും നമുക്ക് തേജസ്സിൽ കാണാം. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അനുശോചന ഈ കുടുംബത്തെ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ശുശ്രൂഷ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇതോളം കാലാവസ്ഥ അനുകൂലമായി നമുക്ക് നൽകി. വലിയ ചൂടിന് മുമ്പായിട്ട് ഇവിടുന്ന് സെമിത്തേറിയിലോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ മകൻ ജെയ്സൺ അല്പമായിട്ട് സംസാരിക്കും. ഫൈനൽ മെസ്സേജ് തരുന്നത് ഇവാഞ്ചലിസ്റ്റ് ബിജു മാത്യു ആണ്. അതിനുശേഷം നന്ദിയുടെ വാക്കുകൾ അറിയിക്കുക. അതോട് ചേർന്ന് പ്രാർത്ഥിച്ച് ഈ ഭാഗം, ഈ ശുശ്രൂഷ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ മകൻ
ജെയ്സൺ അല്പമായിട്ട് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയും. ദൈവത്തിൻ്റെ അതിമഹത്തായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അടിയൻ്റെ പിതാവിനോടുള്ള ബന്ധത്തിൽ ആയിരം സമയങ്ങളിൽ അടിയന് പിതാവ് രോഗിയായിരിക്കുമ്പോഴും പലപ്പോഴും ഒത്തിരി സ്നേഹിച്ച ഒരു പാട്ടുണ്ട്. അതിന് 2 വരി പാടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് എന്നെ കൊണ്ട് പാടിക്കും പലപ്പോഴും. അത് ഇങ്ങനെയാണ്: മാറാത്ത സ്നേഹിതൻ മാനുവേൽ തൻ തിരു മാറിടം ചാരിടും ഞാൻ ദിനവും. മാറാത്ത സ്നേഹിതൻ മാനുവേൽ തൻ തിരു മാറിടം ചാരിടും ഞാൻ ദിനവും. പാരിടമാകവേ മാറിടും നേരവും ചാരിടാൻ തന്തിരു മാറിടമാ. നിത്യതയോളവും സത്യകൂട്ടാളിയായി ക്രിസ്തനല്ലാതെയും ഈ ഭൂമിയിൽ മൃത്യുവിനാൽ മാറുമെത്ര മിത്രമായാലും ഭർത്യരെല്ലാം മൃത്യുവിനാൽ മാറുമെത്ര മിത്രമായാലും ഭർത്യരെല്ലാം. മാറാത്ത സ്നേഹിതൻ മാനുവേൽ തൻ തിരു മാറിടം ചാരിടും ഞാൻ ദിനവും. അടിയൻ്റെ പിതാവിനോടുള്ള ബന്ധത്തിൽ സങ്കീർത്തനക്കാരന് സങ്കീർത്തനം 103 13 വാക്യം, അത് ഞാൻ എപ്പോഴെങ്കിലും വായിക്കുകയാണെങ്കിൽ ആദ്യം ഓടിയെത്തുന്ന എൻ്റെ പിതാവിനെ ആയിരിക്കും. അപ്പന് തൻ്റെ മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. എൻ്റെ അപ്പൻ എന്ന് പറയുമ്പോൾ ആ വാക്ക് അത് എത്ര വർണ്ണിച്ചാലാണ് എനിക്ക് മതിയാകുക എന്ന് എനിക്കറിയില്ല. കരുണയുടെ ഒരു പ്രതീകമായിരുന്നു എൻ്റെ പിതാവ്. ഞങ്ങളെ ഒത്തിരി വാത്സല്യമായി സ്നേഹിച്ചു. മക്കളുടെ ഏതാഗ്രഹങ്ങളും സാധിച്ചു തരുന്ന പിതാവ്. ഞങ്ങളുടെ ചെറുപ്പം മുതൽ ഒരുപാട് കഷ്ടപ്പെട്ട് രാത്രിയും പകലും എന്നില്ലാതെ അധ്വാനിച്ച് ഞങ്ങളെ വളർത്തി വലുതാക്കി. ഞങ്ങളെ ഒരിക്കൽ പോലും ഒരു വഴക്ക് പറഞ്ഞു പോലും വിഷമിപ്പിച്ചിട്ടില്ല എന്ന് ഓർക്കുമ്പോഴാണ് അതിയായ വിഷമം. ഞങ്ങളെ ഒത്തിരി സ്നേഹിച്ചു. എത്ര സ്നേഹസമ്പന്നനായ ഒരു പിതാവ്. ഞങ്ങളുടെ ജീവിതത്തെ വിട്ട് കിടക്കുമ്പോൾ ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. എൻ്റെ പിതാവ് ഇന്ന് നിത്യത്തിലാകുമ്പോൾ ആ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നു എങ്കിൽ നാളെ ഞാനും വിട്ടുപിരിഞ്ഞ് അവിടെ ചേരുന്നൊരു സമയമുണ്ട്. ആ നാളുകളെ ഓർത്ത് ഞാൻ കാംക്ഷിക്കുന്നു. അതിനായി ഞാൻ പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. എൻ്റെ അപ്പൻ്റെയും എൻ്റെ മാതാവിൻ്റെയും ഒക്കെയും സന്നിധിയിൽ ആ വലിയവനായ ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമയം. അത് ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. എൻ്റെ ദൈവത്തിൻ്റെ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാമതിവേഗം ഒരു നാൾ നശ്വരലോകം വിട്ടുപിരിയും. നാമതിവേഗം അങ്ങേ കരയിൽ നിന്നും നമ്മൾ നേടിയതെന്തെന്നും അങ്ങേ കരയിൽ നിന്നും നമ്മൾ നേടിയതെന്തെന്നും
വില നാം അന്നാളറിയും. വരുവിന്നേശുവിനരികെ എത്ര നല്ലവൻ താൻ രുചിച്ചറികെ. വരുവിന്നേശുവിനരികെ എത്ര നല്ലവൻ താൻ രുചിച്ചറികെ. വരുവിൻ കൃപകൾ പൊഴിയും കുരിശിന്നരികെ. വരുവിൻ കൃപകൾ പൊഴിയും കുരിശിന്നരികെ. വരുവിൻ യേശുവിനരികെ എത്ര നല്ലവൻ താൻ രുചിച്ചറികെ. മെസ്സേജിന് മുമ്പായിട്ട് എബ്രഹാം മാത്യു ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് കേൾക്കുവാൻ പോകുന്ന വചനത്തിനായി മറ്റ് കാര്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. നമുക്ക് തലകളെ വണക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവ്, അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് അവിടുത്തെ പാദപീഠം ചേർന്ന് വരുവാൻ കർത്താവ് ഇങ്ങനെ ഒരു അവസരം നൽകി തന്നു. അതോർത്ത് നന്ദിയോടെ സ്തോത്രം. തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്ന ദൈവം അവിടുന്ന് ആകുന്നത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. തൻ്റെ ജീവിതകാലത്ത് കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവമകനായി തീരുവാൻ ആ നിലയിൽ കർത്താവ് കൊടുത്ത വലിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം. തന്നെ വീണ്ടെടുത്ത് രക്ഷിച്ച ആ കർത്താവിനായി അത് ധാരാളം പ്രവർത്തിക്കുവാനും കർത്താവ് കൃപ ചെയ്തല്ലോ. തന്നോടൊപ്പം അടിയങ്ങൾക്കും ആ നിലയിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കാൻ കർത്താവ് ഇടയാക്കിയ ആ നല്ല സന്ദർഭങ്ങളെ ഓർത്ത് അവിടുത്തേക്ക് സ്തുതിക്കുന്നു. എന്നാൽ അവിടുന്ന് കൊടുത്ത ആയുസ് തികച്ച് അത് തൻ്റെ വേല തികച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കിയത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഭാഗ്യകരമായ പ്രത്യാശയെ ഓർത്ത് അവിടുത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. അവിടുത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, തൻ്റെ കുടുംബാംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. കുടുംബമായിട്ട് കർത്താവ് സഹായിക്കണമേ. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവിധമായ ആശ്വാസവും കൊണ്ട് അവിടെ നിറയ്ക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണം എന്ന് ഞങ്ങൾ അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് അവിടുത്തെ വചനത്തിൻ്റെ മുമ്പാകെ ഞങ്ങളായിരിക്കട്ടെ. അവിടുത്തെ ദാസൻ ബിജുമാത്യുവിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ കൃപ അവിടുന്ന് ദാസന് മേൽ ചൊരിഞ്ഞ് ഇന്നിവിടെ കൂടി വന്നിരിക്കുന്ന ആ ഓരോ ഹൃദയത്തോടും അവിടുന്ന് സംസാരിക്കുമാറാകണം എന്ന് ഞങ്ങൾ അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അവിടെ നിറയ്ക്കുമാറാകണമേ. അതെ, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല എന്ന തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആ വലിയ പ്രത്യാശയെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കണ്ണുനീർ തോരും, ദുഃഖം മാറും, അത് ഞങ്ങളുടെ വേദനകൾ മാറി, അത് ഞങ്ങൾ നിത്യം കർത്താവിനോടുകൂടെ സന്തോഷിക്കുന്ന ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കും എന്നുള്ള ആ വചനം ഓർത്ത് ഞങ്ങൾ അവിടുത്തേക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങളെ സഹായിച്ചാട്ട് ക്രിസ്തുയേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. സഹോദരൻ ജോയിയെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് ഇനി അനേകർക്കുണ്ട്. എന്നാൽ എനിക്ക് തന്നിരിക്കുന്ന സമയത്തിൻ്റെ ലിമിറ്റിൽ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ദൈവവചന ശുശ്രൂഷയ്ക്കായി സഹോദരൻ ബിജു മാത്യുവിനെ ക്ഷണിക്കുകയാണ്. സമയം ലഭിക്കാതെ പോയവർ എന്നോട് ക്ഷമിക്കണം. നമുക്ക് ഉദ്ദേശിച്ച ആ സമയത്ത് തന്നെ ഈ കാര്യങ്ങൾ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്.
ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേർപാടിൻ്റെ ദുഃഖത്തിലിരിക്കുന്ന മക്കളെയും അവരുടെ മക്കളെയും സ്വന്തം ബന്ധുമിത്രാദികളെയും സഭാജനങ്ങളെയും ഓർത്ത് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവർക്കും ആവശ്യമായ ആശ്വാസവും പ്രത്യാശയും ധൈര്യവും നമുക്ക് നൽകട്ടെ. മാനുഷികമായ വാക്കുകൾ അതിന് പര്യാപ്തമല്ല. ഞാൻ എവിടെയും പറയാറുള്ളത് പോലെ ഏത് പ്രായത്തിൽ ആര് എവിടെ മരിച്ചാലും ദുഃഖത്തിൻ്റെ അളവ് ഒരുപോലെ തന്നെയാണ്. വേർപാടിൻ്റെ ദുഃഖം അതൊരുപോലെ തന്നെയാണ്. അതുകൊണ്ട് പ്രിയ ജോയിച്ചാനെ സംബന്ധിച്ച് നമ്മെ വിട്ടുപിരിഞ്ഞു എന്നുള്ളത് പ്രയാസമുണ്ട് എന്ന് വരികിലും ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുന്ന നമുക്ക് പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കുവാൻ ഒരിക്കലും സാധിക്കുകയില്ല. നമുക്ക് പ്രത്യാശയോടുകൂടെ പ്രിയ മകൻ ജെയ്സൺ ഓർപ്പിച്ചതുപോലെ ആ ദാസനെ ഇനിയും കാണാം, നാം കണ്ടുമുട്ടും, നാം എല്ലാവരും ഇവിടെ നിന്ന് മാറ്റപ്പെട്ട ഒരു ദിവസം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നാം എല്ലാവരും അവിടെ പരസ്പരം കാണും എന്ന് മാത്രമല്ല തിരിച്ചറിയും എന്നുള്ള ആ വലിയ പ്രത്യാശയിലാണ് ഇവിടെ ഇരിക്കുന്ന ദൈവജനം ഇരിക്കുന്നത്. അങ്ങനെ തന്നെ ആകുവാൻ ദൈവം നമ്മെ തുടർന്നും സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ മരണത്തെ സംബന്ധിച്ചും മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചും വളരെ വ്യക്തമായി ലളിതമായി എല്ലാവർക്കും മനസ്സിലാകുന്ന നിലയിൽ രേഖപ്പെടുത്തി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ഒരു അവ്യക്തത ആർക്കും ഉണ്ടാകാൻ കാരണമില്ല. ഈ വേദപുസ്തകം ഇവിടെ ഇരിക്കുന്ന നല്ലൊരു പങ്ക് ആളുകളുടെ വീട്ടിലുമുണ്ട്, ഇവിടെ വന്നിരിക്കുന്ന പലരുടെ കൈകളിലുമുണ്ട് എന്നെനിക്കറിയാം. എന്നാൽ ഈ വേദപുസ്തകം ഇതുവരെ ഒരു കോപ്പി പോലും ഭവനത്തിൽ ഇല്ലാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ എങ്കിൽ ഞാൻ അവരോടായിട്ട് പറയട്ടെ, പ്രാരംഭത്തിൽ തന്നെ ഇങ്ങനെ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ മരണത്തെക്കുറിച്ചും അല്ലെങ്കിൽ നമുക്ക് ഭയമുള്ള ഒരു വിഷയമാണ് മരണം. ആ മരണത്തെക്കുറിച്ചും മരണത്തിനപ്പുറം ഒരു മനുഷ്യന് എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ചും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഏക പുസ്തകമാണ് വേദപുസ്തകം. അതുകൊണ്ട് ഈ ഒരു വേദപുസ്തകം വാങ്ങി വീട്ടിൽ വെക്കുവാനും വായിക്കുവാനും ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഈ ബൈബിൾ അതിനെല്ലാ ഉത്തരവും നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ലഭിച്ചിരിക്കുന്ന ചുരുക്കം ചില നിമിഷങ്ങളിൽ ഈ ബൈബിളിൽ മരണത്തെ വിശേഷിപ്പിച്ചിരിക്കുന്ന 2 പദങ്ങൾ അടങ്ങിയ 2 വാക്യങ്ങൾ ബൈബിളിൽ നിന്ന് വായിച്ചു കേൾപ്പിച്ച് ചുരുക്കം ചില ആലോചനകൾ ആശ്വാസമായി പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മരണത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള 2 വാക്യങ്ങൾ, അത് ഒന്നാമത്തെ വാക്യം വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലാണ്. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യമാണ്. അവിടെ ഇങ്ങനെ വായിക്കുന്നു: ഞാൻ സ്വർഗത്തിൽ ഒരു ശബ്ദം കേട്ട് അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. മറ്റൊരു വേദഭാഗം കൂടെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. സങ്കീർത്തനങ്ങൾ 116-ന്റെ 15-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. 2 വാക്കുകൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ഈ തരുണത്തിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ വാക്ക് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചത് മരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഭാഗ്യവാന്മാർ അല്ലെങ്കിൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ എന്നാണ്. രണ്ടാമത്തെ വാക്ക് ഭക്തന്മാരുടെ മരണം വിലയേറിയത് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ വാക്ക് മരണത്തെ സംബന്ധിച്ച് വേദപുസ്തകം പറയുന്നത്, ബൈബിൾ പറയുന്നത് ഭാഗ്യമാണെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ആർക്കാണ് ഇങ്ങനെ പറയാൻ സാധിക്കുക? മരണം എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് ഭാഗ്യമാണെന്ന് പറയാൻ ആർക്കും സാധിക്കത്തില്ല. മരണം എപ്പോഴും വിഷമം ഉണ്ടാക്കുന്നതാണ്. മരണം എപ്പോഴും ദുഃഖത്തിൽ ആഴ്ത്തുന്നതാണ്.
മരണം എപ്പോഴും നഷ്ടമുണ്ടാക്കുന്നതാണ്. മരണം എപ്പോഴും വേദനയുണ്ടാക്കുന്നതാണ്. മരണമെന്ന് കേൾക്കുമ്പോൾ നല്ലൊരു പങ്കാളുകൾക്കും ഭയമുണ്ടാകുന്നുണ്ട്. അപ്പോൾ മരണം ഭയമുണ്ടാക്കുന്നു, വേദനയുണ്ടാക്കുന്നു, ദുഃഖമുണ്ടാക്കുന്നു, നഷ്ടമുണ്ടാക്കുന്നു, കുടുംബത്തിൽ പല നിലകളിലുള്ള ഛിദ്രങ്ങൾ ഉണ്ടാക്കുന്നു, പല പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതാണ് മരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആരും ഒരിക്കലും മരണത്തെ ഭാഗ്യമാണ് എന്ന് ഒരിക്കലും പറയുകയില്ല. വേദപുസ്തകത്തിൽ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞിരിക്കുന്ന അനേക വാക്യങ്ങളുണ്ട്. സങ്കീർത്തനങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത് സന്തോഷമാണ് നമുക്ക് കേൾക്കാൻ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ ആരും ആ വാക്യത്തിൻ്റെ നേരെ നെറ്റി ചുളിച്ചു പിടിക്കുകയില്ല. അതുപോലെ തന്നെ യഹോവയെ അന്വേഷിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നന്നായി കുടുംബജീവിതം നയിക്കുന്നവനെ ഭാഗ്യവാൻ എന്ന് വിളിച്ചിട്ടുണ്ട്. വിവിധ നിലകളിൽ ഭാഗ്യവാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. വെളിപ്പാട് പുസ്തകത്തിലും ഏതാണ്ട് 7 പ്രാവശ്യം ഭാഗ്യവാന്മാർ എന്ന് പറയുന്ന പദം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്യങ്ങളിൽ തന്നെ ഇങ്ങനെ കാണുന്നത്, ഈ പ്രവചനത്തിലെ വാക്കുകളെ വായിക്കുന്നവൻ ഭാഗ്യവാനാണ്, വായിച്ച് കേൾക്കുന്നവൻ ഭാഗ്യവാനാണ്, അതിലെ പ്രമാണങ്ങളെ അനുസരിക്കുന്നവനും ഭാഗ്യവാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കേട്ടാൽ നമുക്ക് യാതൊരു നിലയിലും പ്രയാസമുണ്ടാകത്തില്ല, അത് അംഗീകരിക്കുവാൻ നമ്മുടെ നെറ്റി ചുളിയുകയില്ല. എന്നാൽ ഈ വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലെ ഈ വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. ഭാഗ്യമാണ് കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാരാണ്. ഈ കർത്താവിൽ മരിച്ച ജോയിച്ചായൻ ഭാഗ്യവാനാണ് എന്നിവിടെ ഉറക്കെ വിളിച്ചു പറയുമ്പോൾ ആളുകളുടെ നെറ്റി ചുളിയാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? ഈ ജോയിച്ചായൻ്റെ മരണം ഭാഗ്യവാന്മാരുടെ മരണമാണെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ ആയിത്തീർന്നത് എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഈ ലോകത്തിൽ മരിക്കുന്ന ആളുകളെ രണ്ടായിട്ടാണ് വേദപുസ്തകം തിരിച്ചിട്ടുള്ളത്. ഒരു കൂട്ടം ആളുകൾ കർത്താവിൽ മരിച്ച് ഭാഗ്യവാന്മാരുടെ മരണത്തിൻ്റെ പട്ടികയിലാണ്, മറ്റൊരു കൂട്ടം ആളുകൾ നിർഭാഗ്യവാന്മാരുടെ മരണത്തിൻ്റെ പട്ടികയിലാണ്. അങ്ങനെയാണെങ്കിൽ ഞാനിന്ന് പറയട്ടെ, എങ്ങനെയാണ് ഈ ഭാഗ്യമരണം നമുക്ക് സിദ്ധിക്കുക? ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഭാഗ്യമരണം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ഭാഗ്യമരണം എന്നൊരു മരണമുണ്ടെങ്കിൽ ആ മരണം എനിക്കും വേണമെന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നെനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, നമുക്ക് എങ്ങനെയാണ് ആ ഭാഗ്യമരണം സ്വായത്തമാക്കുവാൻ കഴിയുന്നത്? അവിടെ ഒരു പദപ്രയോഗമുണ്ട്, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ഇന്നു മുതൽ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കണം, എന്ന് മുതലാണ്? ഈ വെളിപ്പാട് പുസ്തകം എഴുതുന്നത് AD 95-നും 100-നും ഇടയിലുള്ള ഒരു കാലഘട്ടത്തിലാണ്. AD 95-നും 100-നും ഇടയിലുള്ള ആ കാലഘട്ടം മുതലാണോ അതോ AD 95 മുതലാണോ എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതത്ര ശരിയാണ് എന്നെനിക്ക് തോന്നുന്നില്ല. എന്ന് മുതലാണ് കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യമുള്ളവർ? അതിനു മുൻപും അനവധി ആളുകൾ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ടല്ലോ. ദൈവഭക്തന്മാരായ അനേകം ആളുകൾ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം, അതിൻ്റെ ഉത്തരം ആ വാക്യത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇന്നു മുതൽ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്ത വാക്ക് ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന എന്ന് പറഞ്ഞാൽ, ഞാൻ ഇങ്ങനെ ലളിതമായി നിങ്ങൾക്ക് മനസ്സിലാകുന്നത് പോലെ പറയട്ടെ, കർത്താവിൽ എന്നു മുതലായോ അന്ന് മുതൽ ഭാഗ്യവാന്മാരുടെ ഗണത്തിലേക്ക് നാം മാറ്റപ്പെടുകയാണ്. അതുവരെ ഭാഗ്യവാന്മാരുടെ ഗണത്തിൽ മാറ്റപ്പെടുകയില്ല. അതുവരെ നമ്മുടെ പേര് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ ഭാഗ്യവാന്മാരുടെ ഗണത്തിലല്ല. നമ്മൾ എവിടെ പോകുന്നു, ഏത് കുടുംബത്തിൽ ജനിച്ചു, ഏത് നിലവാരത്തിൽ ജീവിക്കുന്നു, ഏത് പള്ളിയിൽ പോകുന്നു, ഏത് ദൈവത്തെ ആരാധിക്കുന്നു, ഇതൊന്നുമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കെത്ര സമ്പത്തുണ്ട്, നമുക്കെത്ര കൂട്ടുകാരുണ്ട്, ആൾബലമുണ്ട്, കരബലമുണ്ട്, ഇതൊന്നുമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ യാതൊരു വിധമായിരിക്കുന്ന സാഹചര്യങ്ങളെയുമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരുവൻ കർത്താവിലാകുന്ന ഒരു ദിവസമുണ്ട്. എന്ന് അവൻ കർത്താവിലാകുന്നുവോ അന്ന് മുതൽ എന്ന് അവൻ മരിച്ചാലും
ചെയ്താലും അവൻ ഭാഗ്യവാന്മാരുടെ പട്ടികയിൽ പെടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ ഇങ്ങനെ ചോദിക്കട്ടെ, ഞാൻ കർത്താവിലായിരിക്കുന്നു എന്ന് ഉറപ്പോടെ പറയുവാൻ കഴിയുന്ന എത്ര പേർ ഇവിടെ ഇരിപ്പുണ്ട്? അനവധി ആളുകൾക്ക് അത് കഴിയും എന്നെനിക്കറിയാം നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ. എന്നാൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കർത്താവിലല്ലല്ലോ, ഞാൻ കർത്താവിലായിട്ടില്ലല്ലോ എന്ന ചിന്തയാൽ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സന്ദർഭം അതിനുവേണ്ടി ഉപയോഗിക്കണം. ഇന്ന് മുതൽ എന്നുള്ള ആ വാക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് മുതൽ നിങ്ങൾക്ക് കർത്താവിലാകുവാൻ സാധിക്കും. പ്രിയ ജോയിച്ചാനെ സംബന്ധിച്ച് ഇവിടെ ഓർപ്പിച്ചതുപോലെ ചില നാളുകൾക്ക് മുമ്പ് ചെറുപ്രായത്തിൽ തന്നെ, യൗവന പ്രായത്തിൽ തന്നെ അദ്ദേഹം കർത്താവിൽ ആയവനാണ്. എന്താണ് കർത്താവിൽ ആകുക എന്ന് പറഞ്ഞാൽ? കർത്താവിൽ ആകുക എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവുമായിട്ട് ഒരു ബന്ധം, വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ്. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുക എന്നുള്ളതാണ്. അല്പം കൂടെ ലളിതമായി പറഞ്ഞാൽ നമ്മുടെ പാപപരിഹാരത്തിനു വേണ്ടി സ്വർഗം വിട്ട് ഈ ഭൂമിയിൽ വന്ന് കാൽവറിയിലെ ക്രൂശിൽ ഇരു കള്ളന്മാരുടെ നടുവിൽ നമുക്ക് പകരമായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് മരണത്തെ തോൽപ്പിച്ച് തുങ്കപ്രതാപത്തോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ജീവിക്കുന്ന ആ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് രക്ഷിക്കപ്പെടുക അല്ലെങ്കിൽ കർത്താവിലാകുക എന്ന് പറയുന്നതിൻ്റെ ആശയം അതാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമുക്കറിയാമല്ലോ മരണം, എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നുവെന്ന ചോദ്യത്തിന് ഉത്തരം പലരും പലതാണ് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായ ഒരു സത്യമാണ്, ഈ പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ്. അതുകൊണ്ട് എല്ലാവരും മരിക്കുമെന്നാണ് ഒരു കൂട്ടം ആളുകൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ലോകത്തിൽ മരണം വന്നത് എന്നാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ബൈബിൾ പറയുന്നു ഒരു പ്രകൃതിയുടെ ഒരു പ്രതിഭാസമായിട്ടല്ല ബൈബിൾ ഇതിനെ പറയുന്നത്, ഒരു നിത്യ സത്യമായിട്ടല്ല ബൈബിൾ ഇതിനെ പറയുന്നത്. എന്നാൽ ബൈബിൾ ഇതിനെക്കുറിച്ച് പറയുന്നത് മനുഷ്യൻ പാപിയായതുകൊണ്ടാണ്, അല്ലെങ്കിൽ പാപം നിമിത്തം ആദിമ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയതുകൊണ്ട് മനുഷ്യവർഗം മുഴുവൻ പാപത്തിൻ്റെ അടിമകളായി മാറിയതുകൊണ്ടാണ് ഈ ലോകത്തിൽ മരണം പ്രവേശിച്ചത് എന്ന് വേദപുസ്തകം അസന്നിഗ്ധമായി പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, ആ പാപത്തിൻ്റെ പരിഹാരം വരുത്തി ആ മരണത്തെ കാൽവരി ക്രൂശിൽ തൻ്റെ മരണം കൊണ്ട് തോൽപ്പിച്ച് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റവനായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ ആര് കുടിയിരുത്തുന്നുവോ, ഇന്ന് അവനെ കുടിയിരുത്തുവാൻ കഴിയുന്നെങ്കിൽ ഇന്ന് മുതൽ ആ ഭാഗ്യവാന്മാരുടെ പട്ടികയിൽ നാം പെടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ ജോയിച്ചായൻ്റെ ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തത് കൊണ്ട് ഇങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് ലഭിച്ചു എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചവർ എന്ന് സ്വീകരിച്ചുവോ അന്ന് മുതൽ പിന്നെ എന്ന് മരിച്ചാലും അവർ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ, ഭാഗ്യവാന്മാർ എന്ന പട്ടികയിൽ അവർ എത്തും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മരണശേഷം രണ്ട് സ്ഥലമേ ഉള്ളൂ. അതും ഞാൻ പറയട്ടെ, ഒന്ന് സ്വർഗം, മറ്റൊന്ന് നരകം. ഇതിനിടയിലോ ഇതിനപ്പുറത്തോ ഇതിന് മുൻപിലോ പിൻപിലോ വേറെ ഒരു സ്ഥലവുമില്ല. ഈ ബൈബിൾ വളരെ വ്യക്തമായി ആ കാര്യം പറയുന്നുണ്ട്. ഈ രണ്ട് സ്ഥലവും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വന്നു എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് സ്വർഗം എന്ന ഒരു സ്ഥലമുണ്ട്. മറ്റൊന്ന്, യേശുക്രിസ്തുവിനെ വിശ്വസിക്കാത്തവർ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തീപ്പൊയ്ക അല്ലെങ്കിൽ രണ്ടാം മരണം അല്ലെങ്കിൽ നരകം എന്ന് പറയുന്ന ഒരു സ്ഥലവുമുണ്ട്. അപ്പോൾ സ്വർഗവും നരകവും ഇല്ല എന്ന് ആരൊക്കെ 1000 തവണയല്ല 10,000 തവണ പറഞ്ഞാലും സ്വർഗവും നരകവും ഇല്ലാതാവുകയില്ല. സ്വർഗവും നരകവും ഉണ്ട്. എന്നാൽ വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിൽ ആയിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗ്യവാന്മാരുടെ ഗണത്തിൽ പെടണം. യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പാപമോചനം പ്രാപിച്ച് ഭാഗ്യവാന്മാരുടെ ഗണത്തിൽ വരണം എന്നുള്ളത് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഒന്നാമത്തെ പോയിന്റ് വിടുകയാണ്. മാത്രമല്ല, അവിടെ പറയുന്നത് ഇത് ഇത്ര ഭാഗ്യമരണമാണ് എന്ന് പറയാൻ മറ്റൊരു കാരണം, അവിടെ വായിക്കുന്നത് അവർ അവരുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ, ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർ അവരുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അപ്പോൾ ഇതൊരു വിശ്രമമാണ്. ജോയിച്ചാനെ കുറിച്ച് തൻ്റെ സഹോദരൻ പറഞ്ഞ വാക്ക് ഞാൻ ഈ സമയം ഓർത്തു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? വളരെയധികം ചെറുപ്രായത്തിൽ തന്നെ കുടുംബത്തിൻ്റെ ഭാരം തലയിലേറ്റുവാനും കഠിനാധ്വാനം ചെയ്യുവാനും ഒരു പരിശ്രമിയായിട്ട് സഹോദരങ്ങളെയും മക്കളെയും വളർത്തി ഒരു കുടുംബം പുലർത്തുവാൻ അദ്ദേഹം ശ്രമിച്ചുവെന്ന് ഇവിടെ പറയുകയുണ്ടായി. അദ്ദേഹം ചെയ്ത ആ കഠിനാധ്വാനം ദൈവം തന്നെ ഏൽപ്പിച്ച കുടുംബത്തോടുള്ള ബന്ധത്തിലുള്ള അധ്വാനമാണ്. എന്നാൽ ഇവിടെ വായിക്കുന്ന ഈ പ്രയത്നം എന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ടുമുകളിലെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 12-ാമത്തെ വാക്യം. ഇതാരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നുവോ ആ വ്യക്തികളെക്കുറിച്ച്
അവിടെ പറയുന്നത് ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർ ദൈവകൽപ്പന അനുസരിച്ചവരാണ്. ഒരിക്കൽ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് പുതിയ ജീവിതത്തിൻ്റെ ഉടമകളായി മാറിയ ഭാഗ്യവാന്മാരുടെ പട്ടികയിലേക്ക് വന്ന ഈ ജോയിച്ചാൻ എന്ന് പറയുന്ന വ്യക്തി തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചവനാണ്. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചതുകൊണ്ടും ഈ മരണം ഭാഗ്യമരണമാണ്. ദൈവത്തിൻ്റെ കൽപ്പനകളെ ഓരോന്നായി അനുസരിക്കുക മാത്രമല്ല, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം അവസാനം വരെ കാത്തു സൂക്ഷിച്ചു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം അവസാനം വരെ കാത്തു സൂക്ഷിച്ചു. ലോകത്തിൽ അനേകരും യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴിമധ്യേ ഉപേക്ഷിക്കുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ ഉപേക്ഷിക്കുമ്പോൾ, രോഗം വരുമ്പോൾ ഉപേക്ഷിക്കുമ്പോൾ, കഷ്ടത വരുമ്പോൾ ഉപേക്ഷിക്കുമ്പോൾ, തൻ്റെ ജീവിതത്തിൽ ഒന്നിനു പിറകെ ഒന്നെന്ന ക്രമത്തിൽ അനേക കഷ്ടതകൾ ആഞ്ഞടിച്ചപ്പോൾ, പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചപ്പോഴും യേശുക്രിസ്തുവിലുള്ള വിശ്വാസം കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ്. മാത്രവുമല്ല, മൂന്നാമത് പറയുന്നത് സഹിഷ്ണുതയോടെ ജീവിച്ചു എന്നുള്ളതാണ്. ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു ദൈവ പൈതലായി ഭൂമിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിനേറ്റവും സഹിഷ്ണുത ഇന്ന് ആവശ്യമാണ്. അപ്പോൾ ഈ സഹിഷ്ണുതയും യേശുക്രിസ്തുവിലുള്ള വിശ്വാസം കാത്തു സൂക്ഷിച്ചതും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചതുമൊക്കെ ദൈവത്തിൻ്റെ മുമ്പാകെ കർത്താവിന് വേണ്ടി ചെയ്ത പ്രയത്നങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന വിശ്വാസികളോട് ഞാനിങ്ങനെ പറയട്ടെ, നാം കർത്താവിന് വേണ്ടി ചെയ്യുന്ന പ്രയത്നങ്ങളാണ് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് ഈ ദേശത്ത് ജീവിക്കുക എന്ന് പറയുന്നത്. ദൈവം നമ്മോട് പറയുന്ന കൽപ്പനകളെ അനുസരിക്കുവാൻ നാം ബാധ്യസ്ഥരാകണം. രണ്ടാമത്, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. പ്രിയമുള്ളവരെ, ഒരിക്കലും നാം തള്ളിക്കളയരുത്. ഏത് പ്രതിസന്ധിയുടെ മുഖത്തും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കണം. ആ വിശ്വാസം നാം കാത്ത് സംരക്ഷിക്കണം. ഒടുവിലായി പറയുന്നത് പോലെ നാം സഹിഷ്ണുതയുള്ളവരായി ഈ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് മുൻപോട്ട് പോകണം എന്നാണ്. മാത്രവുമല്ല, ഞാൻ അടുത്ത വാക്യം വായിച്ചത് 116 സങ്കീർത്തനത്തിൽ വായിച്ച ആ വാക്യം കൂടെ ഞാൻ ചേർത്തങ്ങ് പറയട്ടെ. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ നിർബന്ധനായിരിക്കുകയാണ്. അവിടെ പറയുന്നത് എങ്ങനെയാണ്? തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ധാരാളം അവിടെ ഒന്ന് പറയാനുണ്ടെങ്കിലും ഒരൊറ്റ കാര്യം മാത്രം ഓർപ്പിക്കട്ടെ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക്, ദൈവത്തിന് വിലയേറിയതാകുന്നു എന്ന് പറഞ്ഞതിൻ്റെ കാരണം തൻ്റെ ഭക്തന്മാർ അവന് വിലയേറിയതായതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ ഭക്തന്മാർ ദൈവത്തിന് വിലയേറിയതാണ്. ഭക്തന്മാർ മാത്രമല്ല, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ദൈവത്തിന് വിലയേറിയതാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന് വിലയേറിയതാണ്. ഞാനിങ്ങനെ ചോദിക്കട്ടെ, നാം കണക്ക് കൊടുക്കേണ്ടി വരുന്ന ഒരു ദിവസമുണ്ട്. ആർക്കാണ് നാം കണക്ക് കൊടുക്കുന്നത്? ആർക്കാണ് നാം കണക്ക് കൊടുക്കേണ്ടത്? ദൈവത്തിനാണ്. ദൈവം ഒരിക്കലും ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടില്ല നാം ദൂതന്മാർക്ക് കണക്ക് കൊടുക്കണമെന്ന്. ദൂതന്മാർക്ക് കണക്ക് കൊടുക്കേണ്ട കാര്യമില്ല. ഏതെങ്കിലും വലിയ ആളുകൾക്കാണ് കണക്ക് കൊടുക്കേണ്ടത്. നിങ്ങൾ സ്വർഗത്തിൽ വരുമ്പോൾ പത്രോസ് ലീഗായ്ക്ക് കണക്ക് കൊടുക്കണം, പൗലോസ് ലീഗായ്ക്ക് കണക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഗബ്രിയേൽ ദൂതന് കണക്ക് കൊടുക്കണം, മിഖായേൽ ദൂതനാണ് കണക്ക് കൊടുക്കേണ്ടത് എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ദൈവം പറഞ്ഞു, കണക്ക് തരുന്നെങ്കിൽ എനിക്ക് നേരിട്ട് കണക്ക് തരണം. ഞാനും നീയും നേരിട്ടാണ് കണക്ക് തീർക്കുവാൻ പോകുന്നത്. വിശ്വാസികളെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് നേരിട്ട് കണക്ക് കൊടുക്കുന്നത്? എന്തുകൊണ്ടാണ് നേരിട്ട് കണക്ക് കൊടുക്കുന്നത്? നാം ഒരു വലിയ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. ഒരു വലിയ കമ്പനിയിൽ നമ്മുടെ ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും ഉന്നതനായിരിക്കുന്ന പണക്കാരനാണല്ലോ ബിൽ ഗേറ്റ്സ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു താണ ജോലി, ഒരു പിയൂണിൻ്റെ ജോലി നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. ഒരു പിയൂണിൻ്റെ ജോലി ചെയ്യുന്ന നാം ആ പിയൂണിൻ്റെ ഓരോ ദിവസത്തെ ജോലിയുടെയും കണക്ക് നേരിട്ട് ബിൽ ഗേറ്റ്സിന് കൊണ്ട് കൊടുക്കാൻ സാധിക്കുമോ? ഒരിക്കലും അദ്ദേഹത്തെ കാണാൻ പോലും സാധിക്കത്തില്ല. നേരിട്ട് ബിൽ ഗേറ്റ്സിനല്ല കൊണ്ട് കൊടുക്കുന്നത്. എന്നാൽ നേരെ മറിച്ച് ആ കമ്പനിയിലെ ഒരു പിയൂണ് അവൻ കണക്ക് കൊടുക്കേണ്ടത് ആ പിയൂണിൻ്റെ തൊട്ടു മുകളിലുള്ള അവൻ്റെ സൂപ്പർവൈസർക്കാണ്, അല്ലെങ്കിൽ സിഇഒയ്ക്കാണ് അവൻ കണക്ക് കൊടുക്കേണ്ടത്. അങ്ങനെ ഏതെങ്കിലും ഒരു മേലുദ്യോഗസ്ഥനാണ് കണക്ക് കൊടുക്കേണ്ടത്. അല്ലാതെ നേരിട്ട് ബിൽ ഗേറ്റ്സിന് കണക്ക് കൊടുക്കേണ്ടി വരികയില്ല. എന്നാൽ ബിൽ ഗേറ്റ്സിന് നേരിട്ട് കണക്ക് കൊടുക്കേണ്ട വേറെ ആളുകൾ അവിടെ ഉണ്ട്. എന്തുകൊണ്ടെന്നാൽ ഈ പിയോണിൻ്റെ ജോലി ബിൽ ഗേറ്റ്സിനെ സംബന്ധിച്ച് അത്ര വലിയ ജോലിയൊന്നുമല്ല. ബിൽ ഗേറ്റ്സിനെ സംബന്ധിച്ച് ഈ പിയോൺ അത്ര വലിയ ആളൊന്നുമല്ല. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവം തമ്പുരാൻ പറയുന്നത്, ഞാൻ
നേരിട്ടാണ് കണക്ക് ചോദിക്കുന്നത്. നിങ്ങൾ നേരിട്ട് എൻ്റെ മുമ്പിൽ വരണം, എൻ്റെ പിയൂണിൻ്റെ അടുത്ത് കണക്ക് കൊടുക്കണമെന്നല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ് പ്രിയമുള്ളവരെ? നമ്മൾ ദൈവത്തിൻ്റെ മുമ്പാകെ ഏറ്റവും പ്രധാനപ്പെട്ടവരാണ്. നമ്മൾ ദൈവത്തിൻ്റെ മുമ്പാകെ വിലയേറിയവരാണ്. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ് എന്ന് പറഞ്ഞാൽ തൻ്റെ ഭക്തന്മാർ അവൻ ഏറ്റവും വിലയേറിയതായതുകൊണ്ടാണ് അവൻ പറയുന്നത്, എൻ്റെ മുമ്പിൽ വന്ന് നേരിട്ട് എനിക്ക് കണക്ക് തരണമെന്ന്. നാം വിലയേറിയവരാണ് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിച്ച് ഇവിടുന്ന് പോകും. പക്ഷേ ഞാൻ പറയട്ടെ, ഇതൊരു മുന്നറിയിപ്പായിട്ടും കൂടെ എടുക്കണം. നാം വിലയേറിയവരാണെങ്കിൽ ഈ വിലയേറിയവർ കണക്ക് കൊടുക്കേണ്ടത് ദൂതന്മാർക്കല്ല, വേറെ ആർക്കുമല്ല, ദൈവത്തിൻ്റെ മുമ്പിലാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ആയുസ്സിൽ നമ്മൾ ഭക്തിയോടെ ജീവിച്ച് ദൈവത്തിന് വിലയേറിയ മക്കളെന്നുള്ള നിലയിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിച്ച് നല്ല ഒരു മരണം വരിച്ച് അനേകർക്ക് ആശ്വാസവും പ്രയോജനവും അനുഗ്രഹവുമായി ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം വിശ്വാസികളായ നമ്മെയും ഇന്ന് ബലപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. 2 കാര്യമാണ് ഞാൻ ഓർപ്പിച്ചത്. ഒന്നാമത്തേത്, ഭാഗ്യമരണത്തിൽ നാം പെടണം. അതിനൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക, കർത്താവിൽ ആകുക, പാപമോചനം പ്രാപിക്കുക, രക്ഷയുടെ അനുഭവത്തിലേക്ക് വരിക, ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക. അതല്ല എങ്കിൽ ഭാഗ്യമരണത്തിൻ്റെ പട്ടികയിൽ ആരും 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 പെടുകയില്ല എന്ന് ഈ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ആധികാരികതയിൽ ഞാൻ പറയട്ടെ. 2ാമത്തെ കാര്യം നമ്മൾ ഓർത്തത്, ഭക്തന്മാരുടെ മരണം വിലയേറിയതാണ്. തൻ്റെ ഭക്തന്മാർ ദൈവത്തിന് വിലയേറിയവരാണ്. വിശ്വാസം കാക്കുന്നവർ, ഭക്തിയോടെ ജീവിക്കുന്നവർ, ദൈവകൽപ്പന അനുസരിക്കുന്നവർ, സഹിഷ്ണുതയോടെ ജീവിക്കുന്നവർ ദൈവത്തിന് വിലയേറിയവരാണ്. അതുകൊണ്ട് അവരുടെ മരണവും ദൈവത്തിന് വിലയേറിയതാണ്. പക്ഷേ വിലയേറിയവരായ നാം ഒരു കാര്യം ഓർക്കണം. ഒരു ദിവസം കർത്താവ് താൻ വരും, ഗംഭീരനാദത്തോടെ വരും. അവൻ വന്ന് നമ്മെ ചേർക്കുമ്പോൾ അവൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വിശ്വാസികളായ നാം കണക്ക് കൊടുക്കാൻ നിൽക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നാം നേരിട്ടാണ് കണക്ക് കൊടുക്കേണ്ടി വരുന്നത്. നമ്മെ ദൈവം ഏൽപ്പിച്ചിട്ടുള്ള സകല കാര്യത്തിനും അന്ന് എണ്ണി കണക്ക് കൊടുക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം എപ്പോൾ ഈ ലോകം വിട്ടുപോകുമെന്ന് നമുക്കറിവില്ലായ്മ കൊണ്ട് നമ്മുടെ ജീവിതത്തെ ഓരോ ദിവസവും ക്രമപ്പെടുത്തി ഒരുക്കി ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. വിശുദ്ധിയെ തികച്ചുകൊണ്ട് ഭക്തിയോടെ ജീവിക്കുവാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. മാത്രവുമല്ല, പ്രിയ മക്കളെയും കൊച്ചുമക്കളെയും ബന്ധുമിത്രാദികളെയേവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. ഈ ജോയിച്ചാനെ ഇനിയും കാണാമെന്നുള്ള ആ വലിയ പ്രത്യാശയോടുകൂടെ നമുക്ക് ഈ ശരീരം മറവ് ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം ഒരു നിരാശയുടെയും അവ്യക്തതയുടെയും മുമ്പിലല്ല. ഈ പുസ്തകം ദൈവം തമ്പുരാൻ നമുക്ക് തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് വ്യക്തമായി പറയാം, മരണത്തെ ജയിച്ച് കർത്താവ് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട്, മരണത്തെ ജയിച്ച് യേശു ക്രിസ്തു അനേകരെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് കൊണ്ട്, താൻ പറഞ്ഞിരിക്കുന്നത് പോലെ തൻ്റെ വാഗ്ദത്തം ഈ ഭൂമിയിൽ അനവധി നിറവേറിയിട്ടുള്ളതുപോലെ ഇനിയും നിറവേറുമെന്നുള്ളത് കൊണ്ട് മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് ഒരു ദിവസം നാം സ്വർഗത്തിൽ ദൈവത്തോടുകൂടെ ആയിരിക്കുമെന്നുള്ള വലിയ പ്രത്യാശ നമുക്കുള്ളത് കൊണ്ട് നമുക്ക് ആ പ്രത്യാശയോടും ധൈര്യത്തോടും കൂടെ ദൈവവചനത്താൽ അന്യോന്യം ആശ്വസിപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങി നമുക്ക് കാത്തിരിക്കാം. അവൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശുശ്രൂഷയുടെ അവസാനമായി സഹോദരൻ ജയൻ കടന്നു വന്ന് നന്ദിയുടെ ചില വാക്കുകൾ പറയുന്നതായിരിക്കും. അതിനുശേഷം സഹോദരൻ MK കുഞ്ഞുമോൻ പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കേണ്ടതാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു നന്ദി പറയാനുള്ള രീതികളല്ല എൻ്റെ മാനസികാവസ്ഥ, എങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. ഞാൻ ഇവിടുന്ന് ഇപ്പം ഓർത്തുപോയൊരു കാര്യം, ഞങ്ങളുടെ ഏരിയയിൽ, ഞങ്ങളിവിടെ അല്ല താമസിക്കുന്നത്, ഇതിനപ്പുറത്ത്
വീരത്തുമുക്കിന് പുറകിലായിട്ടുള്ള സ്ഥലത്താണ്. അവിടെ ഒരു 3-4 ഭവനത്തിൽ ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ ഞങ്ങൾ വിളിക്കുന്നത് വളരെ സ്നേഹത്തോടെ അച്ചാച്ചനും അമ്മാമ്മയും. കടിയന്തര അച്ചാക്കൊച്ചാൻ്റെ വീട്, മോൻസിയും ബെൻസിയുടെ വീട്, കൊച്ചുമോൻ്റെ വീട്, ഇങ്ങനെയൊക്കെയുള്ള വീട്ടിൽ ഞങ്ങൾ വളരെ സ്നേഹത്തോടെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ വിളിക്കുന്നത് അച്ചാച്ചനും അമ്മാമ്മയും. ആ വിളി ഇന്ന് ഞങ്ങൾ തുടർന്നു പോകുന്നുണ്ട്. പലപ്പം പല കാര്യങ്ങളിൽ ചിലപ്പം അച്ചാനെന്നൊക്കെ വിളിച്ചാലും അച്ചാച്ചാന്ന് വിളിക്കുമ്പം വളരെ സ്നേഹത്തോടെ ഞങ്ങളുടെ മുഖത്തോട്ട് നോക്കുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട്. എൻ്റെ പിതാവിനെക്കുറിച്ച് പറയാൻ എനിക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. തൻ്റെ ജീവിതത്തിൽ താൻ ആരെയും ഭയപ്പെട്ടിരുന്നില്ല. തന്നെപ്പോലെ ധൈര്യവാനായ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ പലപ്പോഴും താൻ എല്ലാവരെയും മാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തൻ്റെ ആരോഗ്യത്തിലോ തൻ്റെ അങ്ങനെയുള്ള കാര്യത്തിലോ ഒന്നും താൻ അഹങ്കരിക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. തനിക്ക് വലിയ പണമോ കാര്യങ്ങളോ ഒന്നുമില്ലെങ്കിലും എല്ലാ മനുഷ്യർക്കും ചിലപ്പോൾ കാണത്തില്ല മനക്കെട്ടി എന്ന് പറയുന്നൊരു സാധനം. എന്നാൽ തൻ്റെ ജീവിതത്തിൽ താൻ ഒന്നിനെയും ഭയപ്പെടാതെ മുൻപോട്ട് പോയ സാഹചര്യങ്ങളുണ്ട്. ഈ കുടുംബത്തിൽ കഷ്ടപ്പാടും പ്രയാസങ്ങളും ഒക്കെ വന്നപ്പോഴും തൻ്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, ഈ നാട്ടിൽ നല്ലോണം ജീവിക്കണമെന്ന്. ഞങ്ങൾക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും തരാൻ തനിക്ക് സാധിച്ചില്ല. എന്നാൽ മനുഷ്യന് ശങ്കയും ദൈവത്തെ ഭയവും വേണമെന്ന് എപ്പോഴും എന്നെ പഠിപ്പിക്കാറുണ്ട്. ഞാനും എൻ്റെ പിതാവും തമ്മിൽ പലപ്പോഴും ഒരു കൂട്ടുകാർ തമ്മിലുള്ള ബന്ധം പോലെ ആയിരുന്നു. ഞാൻ പലപ്പോഴും എൻ്റെ പിതാവിൻ്റെ അടുത്ത് കയർത്ത് സംസാരിക്കാറുണ്ട്. എന്നാലും ഇച്ചിരി കഴിയുമ്പം സ്നേഹത്തോടെ നീ എന്തിനാണ് പിണങ്ങിയിരിക്കുന്നതെന്ന് ചോദിക്കും. തന്നെ പലപ്പോഴും എന്തെങ്കിലും കാര്യത്തിന് പറഞ്ഞു വിട്ടതായിരിക്കും. സമയത്തിനൊന്നും അമ്മ തന്നെ ആയതുകൊണ്ട് പുള്ളി തിരിച്ചു വരത്തില്ല. തനിക്ക് കാരണം അതുപോലുള്ള ബന്ധങ്ങളാണ് നാട്ടിലുള്ളത്. ഏതൊരാളെ കണ്ടാലും താൻ സൈക്കിളിൽ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് വർത്തമാനം പറഞ്ഞ്, അടുത്ത ആളെ കണ്ട് അവിടെ നിന്ന് വർത്തമാനം പറഞ്ഞ് വീട്ടിൽ ഭവനത്തിൽ തിരിച്ചു വരുമ്പോൾ ഒരു സമയമാണ്. അങ്ങനെയുള്ള ഒരു പിതാവായിരുന്നു ഞങ്ങളുടെ പിതാവ്. ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങളുടെ 3 മക്കളെ സംബന്ധിച്ച് എൻ്റെ അനുജൻ പറഞ്ഞതിൻ്റെ കൂട്ട് ഞങ്ങളെ വളരെ സ്നേഹിച്ച്, ഇതുപോലെ ഒരു പിതാവ് മക്കളെ സ്നേഹിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് 91 ഗൾഫിൽ പോകുന്നത്. 95 ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്ക് 23 വയസ്സേ ഉള്ളൂ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, അത്രയും പ്രായമുള്ള മകൻ പിതാവിൻ്റെ കൂടെയാണ് അന്ന് രാത്രി കിടന്നുറങ്ങിയത്. ഞങ്ങൾ രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും ചാച്ചൻ്റെ 2 കൈയിലും ഞങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചില രാത്രികൾ താൻ കിടക്കുന്നത് ഞങ്ങൾ ഓർക്കുകയാണ്. ഇന്ന് ദൈവം ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊക്കെ വളരെ അനുഗ്രഹങ്ങൾ തന്നു. അതൊന്നും ഞങ്ങളുടെ കഴിവല്ല. എൻ്റെ അപ്പച്ചൻ, ഞാനിപ്പോഴും ഓർക്കുന്നത്, എൻ്റെ പിതാവിന് കൊടുക്കാനുള്ളൊരു മനസ്സ്. ഇപ്പോൾ ഇവിടുത്തെ പെന്തിക്കോസ് സമൂഹത്തിൻ്റെയൊക്കെ വലിയ ആളായിട്ടുള്ള ആശാരൂപദേശി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം ഇവിടെ വന്ന് യോഗം നടത്തുന്ന കാലഘട്ടത്തിൽ ഇന്ന് അദ്ദേഹത്തെ അന്ന് സ്വീകരിക്കാനായിട്ട് വളരെ ആൾക്കാരൊന്നുമില്ലായിരുന്നു. എന്നാൽ എൻ്റെ അപ്പച്ചന് ഒരു ദിവസം ആ ആശാരൂപദേശിയെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരികയും ആഹാരം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ചെറിയ ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ പിതാവ് ബാംഗ്ലൂരിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇന്നത്തെ ലൈറ്റുകളൊന്നും ഒന്നുമില്ല. 500 വോൾട്ടിൻ്റെ ബൾബ് അന്ന് എല്ലാ ഭവനത്തിലൊന്നുമില്ല. പുള്ളിക്കാരൻ അവിടുന്ന് കൊണ്ടുവന്ന ആ ലൈറ്റ്. ഈ ലൈറ്റ് കണ്ടു കഴിഞ്ഞപ്പം ആശാരോപദേശി ചോദിച്ചു, ഈ ലൈറ്റ് എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. എൻ്റെ പിതാവ് അതെടുത്ത് കൊടുക്കുന്നത്, ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അനേകരെ സഹായിക്കുവാനുള്ളൊരു മനസ്സ് ഞാൻ അറിയാതെ അല്ല ഞങ്ങൾ അറിയാതെ ചെയ്യുവാൻ തനിക്കൊരു മനസ്സുണ്ടായിരുന്നു. ഞങ്ങളെ ദൈവകാര്യങ്ങളിൽ ചെയ്യുവാൻ ഞങ്ങളെ എപ്പോഴും പ്രബോധിപ്പിക്കുന്ന അല്ലെങ്കിൽ ഉത്സാഹിപ്പിക്കുന്ന ഒരു മനസ്സ് തനിക്കുണ്ട്. അങ്ങനെയുള്ള ഒരു പിതാവായിരുന്നു ഞങ്ങളുടെ പിതാവ്. അതുപോലെ എൻ്റെ പിതാവിന് പ്രിയപ്പെട്ട ചില കുടുംബങ്ങളുണ്ട് ഇവിടെ. ഒന്ന് മൂലശ്ശേരിലെ കുടുംബം. എന്നോട് എപ്പോഴും പറയും, എൻ്റെ കൂട്ടുകാരാണ്. അതുപോലെ കുട്ടച്ചാൻ, ചെങ്കലാത്തെ കുട്ടച്ചാൻ,
തനിക്ക് ആദ്യമായിട്ട് വാഹനം ഓടിക്കാൻ കൊടുത്തത് താനാണെന്ന് പറയും. ഇന്നത്തെ ഈ വീടും പത്രോസൊക്കെ ഞാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഞങ്ങളെ മാനിച്ചവരെ, എൻ്റെ പിതാവിനെ മാനിച്ചവരെ ഞങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. അവരൊരുടത്ത് ബേച്ചാൻ്റെ വണ്ടിയല്ല ചാച്ചൻ പോയിട്ടുണ്ട്. താരകണ്ഠത്തിലെ വീട്, ഇങ്ങനെയുള്ള ചില കുടുംബങ്ങൾ എന്നോട് എപ്പോഴും ഓർപ്പിക്കാറുണ്ട്. അതൊന്നും ഞങ്ങളുടെ മരണം വരെയും ഞങ്ങൾ മറക്കത്തില്ല. മൂലശ്ശേരിയിലെ വ്യക്തികളെ ഒന്നും എനിക്കറിയത്തില്ല, എന്നാൽ എപ്പോഴും എന്നോട് എടുത്തു പറയാറുള്ള ഒരു ഭവനമാണത്. അങ്ങനെയുള്ള കുടുംബങ്ങളെ ഒരിക്കലും മറക്കാനൊക്കത്തില്ല. ഈ ദേശത്ത് ദൈവം ഞങ്ങളെ നിർത്തിയതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഉദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് നിറവേറ്റുവാൻ, ഞങ്ങളുടെ പിതാവിൽ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാനുള്ളൊരു മനസ്സ്, ദൈവമക്കളെ മാനിക്കുവാനുള്ളൊരു മനസ്സ്, അത് അദ്ദേഹത്തിൻ്റെ ഒരു കൊണിശം പോലും എനിക്ക് കിട്ടിയിട്ടില്ല. എങ്കിലും അത് പിന്തുടർന്നുകൊണ്ട് പോകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ദൈവമക്കളെ, ഈ കാലാവസ്ഥ, ഇതിൻ്റെ കാര്യങ്ങളൊക്കെയും ഇത്രയും ഭംഗിയാക്കി തന്ന വലിയവനായ ദൈവത്തിന് ആദ്യമായി നന്ദി കരയേറ്റുന്നു. അതുപോലെ ഞങ്ങളുടെ സ്ഥലം സഭ, അതിലെ എൽഡേഴ്സ്, ബാക്കിയുള്ള സ്ഥലം സഭയിലെ വിശ്വാസികൾ, അവർ ഞങ്ങളുടെ പിതാവിനോട് കാണിച്ച മര്യാദ, സ്നേഹം എൻ്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതിന് ശേഷം അവർ കടന്നു വരികയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അതിനുള്ള നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. അതുപോലെ സ്ഥലം അടുത്തുള്ള മറ്റുള്ള സഭകൾ, അയൽ സഭകളിലുള്ളവർ എല്ലാവരെയും ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുകയാണ്. എന്നാൽ അതിലുപരിയായിട്ട് എനിക്ക് 2 വ്യക്തികളെക്കുറിച്ച് പറയാതിരിക്കുവാൻ നിവൃത്തിയില്ല. അവസാന സമയത്ത് എൻ്റെ പിതാവിനെ ശുശ്രൂഷിച്ച 2 സഹോദരന്മാരുണ്ട്. അവരുടെ പേര് പ്രേമും ജെയിംസും എന്നാണ്. ഞാൻ ഈ ഭവനത്തിൽ, എൻ്റെ പിതാവ് 3 മാസങ്ങളോളം ഈ ഭവനത്തിലുണ്ടായിരുന്നു. ആ സമയത്ത് നേരത്തെ ഇവിടെ ആയിരുന്നു താമസിച്ചുവെങ്കിലും സമയത്ത് എൻ്റെ സഹോദരിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു. അവിടുന്ന് ആണ് ഇവിടെ പിന്നീട് തിരിച്ചു കൊണ്ടുവന്നത്. അന്നേരം എൻ്റെ അമ്മ മരിച്ചു പോയിട്ട് 4 വർഷമായെങ്കിലും ഞാൻ തിരിച്ച് UK കടന്നുപോയ സന്ദർഭങ്ങളുമൊക്കെയും ഒരു മക്കളുടെ സ്നേഹം കൊടുത്ത് എൻ്റെ പിതാവിനെ വളരെ ശുശ്രൂഷ, ആ സഹോദരന്മാരോടുള്ള നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. നന്ദി കൊണ്ട് പൂർണ്ണമായി തീരുകയില്ല. അവരോടും ഞങ്ങളുടെ മരണാവസാനം വരെയും ആ സ്നേഹബന്ധം കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ഈ സന്ദർഭത്തിൽ പറയുകയാണ്. അതുപോലെ പിതാവിൻ്റെ കൂടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അനേക ആൾക്കാരുണ്ട്. താലൂക്ക് സുവിശേഷീകരണം, മറ്റുള്ള കാര്യങ്ങളൊക്കെയും ഉണ്ട്. അവരൊക്കെയും കടന്നു വരികയും പിതാവിനെ കാണുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. അവരോടൊക്കെയുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ ഇവിടെ നമുക്ക് പാട്ടുപാടി തന്നിരുന്ന പ്രിയ ജോസ്ലി, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ എൻ്റെ ഒരു സുഹൃത്താണ്. തന്നോടും ഉള്ള സ്നേഹവും ഇതിൻ്റെ വീഡിയോ ലൈവായിട്ട് വിവിധ സ്ഥലങ്ങളിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരോടുമുള്ള സ്നേഹവും നന്ദിയും ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. ഒരു കാര്യവും എഴുതി വെച്ചല്ല ഞാൻ ഈ പറയുന്നത്, എൻ്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് എന്തെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് എന്നോട് ക്ഷമിക്കണം. ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ കുടുംബത്തോട്, പുതുശ്ശേരിയത്തെ കുടുംബത്തോടുള്ള നന്ദി, ഞങ്ങളുടെ ബന്ധു വീടുകളോടുള്ള നന്ദി, പ്രത്യേകിച്ച് കോഴിക്കോട്ട് നിന്ന് കടന്നു വന്ന സഹോദരൻ, ഞങ്ങളുടെ ഉപ്പാപ്പൻ്റെ ഭാര്യ വീട്, ഇങ്ങനെ വെണ്ണിക്കുളം, ഇങ്ങനെ അതിലുപരിയായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ അമ്മ വീടാണ്. ഞങ്ങളുടെ അമ്മ വീടിനെ സംബന്ധിച്ച് അവർ വേർപാടുകാരൊന്നുമല്ല, ഒരു യാക്കോബ കുടുംബത്തിലുള്ളവരാണ്. പക്ഷേ ഇത്രത്തോളം സ്നേഹമുള്ള ഒരു കുടുംബത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഞങ്ങളുടെ കഷ്ടപ്പാടിൽ എൻ്റെ പിതാവിനോട് വളരെ സ്നേഹം, ഏറ്റവും മാന്യത പുലർത്തിയത് അവരാണ്. എൻ്റെ മാതാവ് മരിച്ചുപോയി, എന്നാൽ അവിടെയുള്ള ഓരോ വ്യക്തികളും എൻ്റെ അമ്മയുടെ വീട്ടുകാരെയാണ് സഹിക്കാൻ വയ്യാത്തത്. ഏത് കാര്യത്തിനും അവർ വരും. ഇന്നും ഇവിടെ നിറഞ്ഞിരിപ്പുണ്ട് അവരെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാനൊക്കത്തില്ല. കാരണം അങ്ങനെ ഒരു വീട്ടുകാരില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ നിലയിൽ വരിയില്ലായിരുന്നു. പലപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ പലവിധമായ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും
ഇവിടുന്ന് അനേക നാളുകൾ മാറി താമസിച്ച സന്ദർഭങ്ങളുണ്ട്. എൻ്റെ പിതാവ് കൊല്ലകടയിൽ ഒരു ജോലിക്ക് വേണ്ടി ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ട്. അതൊന്നും മറന്നു പോകാൻ സാധിക്കത്തില്ല. ഞങ്ങളുടെ അമ്മ മരിച്ചുപോയി 4 വർഷം കഴിഞ്ഞു. എന്നാൽ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, പശു എത്തും മോരിലെ പുളിയും പോയെന്ന്. എന്നാൽ അങ്ങനല്ല. ആ ബന്ധം എൻ്റെ അമ്മയുടെ വീട്ടുകാരാണ് ഏറ്റവും കൂടുതൽ. എൻ്റെ വല്യമ്മാച്ചൻ ഇവിടെ ഇരിപ്പുണ്ട്, വലിയ അമ്മായി ഇവിടെ ഇരിപ്പുണ്ട്. എൻ്റെ അമ്മയുടെ വീട്ടുകാർ അവരിന്നും ആ സ്നേഹം ഞങ്ങളോട് കാണിക്കുന്നുണ്ട്. അവരോടുള്ള എത്ര നന്ദി പറഞ്ഞാൽ ഞങ്ങൾക്ക് മതിയാകുമെന്നറിയത്തില്ല. ഞങ്ങളുടെ ഓരോ ചെറിയ കാര്യത്തിൽ പോലും, വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഒരു ചെറിയ കാര്യത്തിൽ പോലും അവർ കടന്നു വരികയും ഞങ്ങളോട് സ്നേഹങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ എൻ്റെ പിതാവിൻ്റെ സഹോദരിമാർ, എൻ്റെ പിതാവിന് ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരിമാർ. അവരെ മാനിക്കാനും സ്നേഹിക്കാനും അവരോടുള്ള കടമയും ഈ സമയത്ത് അറിയിക്കുകയാണ്. എൻ്റെ പിതാവിൻ്റെ സഹോദരൻ സാധാരണ ഒരു ഉപ്പാപ്പൻ പോലെ അല്ല എൻ്റെ ഉപ്പാപ്പൻ എന്നോട് ഇടപെട്ടിട്ടുള്ളത്. ഞാൻ ഈ കുടുംബത്തിലെ കൊച്ചുമക്കളിൽ മൂത്തവനാണെങ്കിലും അവരോടൊപ്പമുള്ള ഒരു സ്ഥാനം എനിക്ക് തരികയും തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ എന്നോട് ചോദിക്കാതെ ഒരു കാര്യങ്ങൾക്കും മുന്നോട്ട് പോകാറില്ല. എൻ്റെ സഹോദരങ്ങളെ ഞാൻ ഓർക്കുന്നു. നമ്മുടെ ബന്ധങ്ങൾ ഇതുകൊണ്ട് തീരുന്നില്ല. ഇവിടെ ഒരുപക്ഷെ ഇന്നെൻ്റെ പിതാവ് ഈ ഭൂമിയിൽ നിന്ന് മരണവഴിയായി മാറ്റപ്പെട്ടായിരിക്കാം. എന്നാൽ എനിക്ക് വലിയൊരു സന്തോഷമുണ്ട്. എൻ്റെ പിതാവിനെ വീണ്ടും ഞാൻ കാണും, മറുകരയിൽ ഞാൻ വീണ്ടും കാണും. ആ പാട്ട് ജോസ്ലി പാടുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് എൻ്റെ പിതാവിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണത്. അതിൻ്റെ 2-3 ശീലുകൾ പാടിയതിന് ശേഷം തൻ്റെ ശവസംസ്കാര ശുശ്രൂഷ ഇവിടുന്ന് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു. JV പീറ്ററിൻ്റെ പാട്ടാണത്. മറുകരയിൽ നാം വീണ്ടും കാണുമെന്നുള്ള വലിയ വിശ്വാസത്തോടു കൂടി പ്രിയ എല്ലാവർക്കും കടന്നു വന്ന ഈ പരിമിതമായ സൗകര്യങ്ങളേ ഉള്ളൂ ഇവിടെ. എന്നാൽ വളരെ ചൂടുണ്ട്, കാര്യങ്ങളുണ്ട്. എങ്കിലും വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും ഇവിടെ നിൽക്കുന്ന എല്ലാവരോടും ഉള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. അതുപോലെ UK നിന്ന് എൻ്റെ കൂട്ടുകാർ, അവരുടെ മാതാപിതാക്കന്മാരൊക്കെയും കടന്നു വന്നിട്ടുണ്ട്. UK സഹോദരന്മാർ, എൻ്റെ കൂട്ടുകാർ അവിടുന്ന് അവരുടെ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ശംസോട് മലയാളി അസോസിയേഷൻ്റെ അതിനോടുള്ള നന്ദിയും ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇവിടുത്തെ ബ്ലോക്ക് മെമ്പേഴ്സ്, ഇവിടുത്തെ രാഷ്ട്രീയ അധികായകന്മാർ, ഇങ്ങനെയുള്ള എല്ലാവർക്കും, ഹോസ്പിറ്റലിൽ വച്ചിരുന്ന മാമൻ മെമ്മോറിയൽ ഹോസ്പിറ്റൽ, അങ്ങനെയുള്ള എല്ലായിടത്തും, അതുപോലെ ഞങ്ങൾക്ക് സഹോദരിക്ക്, ഞങ്ങളുടെ പ്രിയ അളിയന്, ഇങ്ങനെയൊക്കെ ഉള്ളവർ എന്തെങ്കിലും കാര്യം ഞാൻ ദൈവനാമത്തിൽ എന്നോട് ക്ഷമിക്കുക. ദൈവം നിങ്ങളെ അതിയായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണും പ്രിയരെ ആ ദിനത്തിൽ, മറുകരയിൽ നാം കണ്ടിടും മറുവിലയായി തന്നവനെ, സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആ ദിനത്തിൽ, സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആ ദിനത്തിൽ.
മുറവിളിയും ദുഃഖവുമില്ല പുത്തനെരുസലേം നഗരമതിൽ മുറവിളിയും ദുഃഖവുമില്ല പുത്തനെരുസലേം നഗരമതിൽ പൊൻപുലരിയിൽ ഒത്തുചേർന്നു പൊന്നേശുവേ സ്തുതിക്കാം. പൊൻപുലരിയിൽ ഒത്തുചേർന്നു പൊന്നേശുവേ സ്തുതിക്കാം. മറുകരയിൽ നാം കണ്ടിടും മറുവിലയായി തന്നവനെ സ്വർണ്ണത്തേരുവിൽ വീണ്ടും കാണും പ്രിയരെ ആ ദിനത്തിൽ. സ്വർണ്ണത്തേരുവിൽ വീണ്ടും കാണും പ്രിയരെ ആ ദിനത്തിൽ. നമുക്ക് കുഞ്ഞുമോൻ കടന്നു പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ അവസാനിക്കും. സെമിത്തേരിയിലെ ശുശ്രൂഷ സഹോദരൻ ടി വർഗീസാണ് നയിക്കുന്നത്. ഇവിടെ ഈ ഡെഡ് ബോഡിയോടുകൂടി പ്രിയപ്പെട്ടവരെല്ലാം അങ്ങോട്ട് കടന്നു വരണമെന്ന് ഓർത്തിട്ടുണ്ട്. നമ്മളുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. മഹത്വത്തിന് പ്രത്യാശയാകുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, കർത്താവേ, പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരു ദിവസം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നൽകിയതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവേ, കഴിഞ്ഞ 70 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ തക്കവണ്ണം പ്രിയ ജോയിച്ചാനെ അവിടുന്ന് അനുവദിച്ചു. അതോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെ കഷ്ടതകളും വളരെ പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിച്ചു. എങ്കിലും വലിയവനായ കർത്താവിന് വേണ്ടി നിലനിൽക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കിയതോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. തൻ്റെ കഷ്ടതയിലും തൻ്റെ പ്രയാസത്തിലും തൻ്റെ രോഗക്കിടക്കയിലും തനിക്കൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. ആ പ്രത്യാശാ തീരത്തേക്ക് വലിയവനായ കർത്താവ് തന്നെ വിളിച്ച് ചേർത്തത് കൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദുഃഖമില്ലാത്ത, പ്രയാസമില്ലാത്ത, വേദനയില്ലാത്ത, രോഗമില്ലാത്ത അവസ്ഥയിൽ അവിടുന്ന് ആയിരിക്കുന്നത് കൊണ്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ഇവിടെ നടന്ന എല്ലാ ശുശ്രൂഷകളിലും വലിയവനായ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഞങ്ങൾക്കിടയായതുകൊണ്ട് നന്ദിയോട് സ്തോത്രം. കാലാവസ്ഥയുടെ മേൽ അധികാരമുള്ള കർത്താവേ, കാലാവസ്ഥയെ ഞങ്ങൾക്ക് അനുകൂലമാക്കി നൽകിയതുകൊണ്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് രാവിലെ സമയം മുതൽ ഇതുവരെയും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ ചെയ്തെടുക്കുവാൻ വലിയവനായ കർത്താവ് സഹായിച്ചുകൊണ്ട് നന്ദിയോട് സ്തോത്രം. ദൈവനം ശുശ്രൂഷിച്ച് അവിടുത്തെ ദാസനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവെ, കേട്ട ആലോചനയ്ക്ക് മുൻപിൽ കർത്താവെ, ഒരു ദേഹി പോലും നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാകരുതേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഈ വലിയവനായ കർത്താവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ചുകൊണ്ട് ദൈവമക്കളായി തീർന്ന് ഈ ഇങ്ങനെ ഒരു ഭാഗ്യ ദിവസത്തിലേക്ക് അവരും കടന്നു വരുവാൻ തക്കവണ്ണം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള പ്രിയ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. 4 വർഷത്തിന് മുൻപേ തങ്ങളുടെ മാതാവിൻ്റെ വേർപാടിൽ അവർ ദുഃഖിതരായിരുന്നു. എന്നാൽ തൻ്റെ പിതാവ് അവരോട് കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ആ പ്രിയ പിതാവും ഇപ്പോൾ കർത്താവ് വിളിച്ച് അങ്ങയുടെ സന്നിധിയിൽ ചേർത്തു. എന്നാൽ കർത്താവെ, പ്രത്യാശയോടെ അവരെ നിലനിർത്തിയിരിക്കുന്നതുകൊണ്ട് നന്ദിയോട് സ്തോത്രം. ദൈവവചനത്തിൽ അവരെ ഉറപ്പിച്ചിരിക്കുന്നതുകൊണ്ട് നന്ദിയോട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് വീണ്ടും ഞങ്ങളുടെ പിതാവിനെ കാണാമെന്നുള്ള ഒരു പ്രത്യാശ അവർക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇവിടെയുള്ള സ്ഥലസഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ചെയ്തെടുക്കുവാൻ നിൻ്റെ ദാസന്മാരെയും അവിടുന്ന് ബലപ്പെടുത്തിയത് കൊണ്ട് ഞങ്ങൾ നന്ദി കരയറ്റുകയാണ്. കർത്താവെ, സ്തോത്രം. കർത്താവെ, സഭയ്ക്കതൊരു വിടവാണ് എങ്കിലും അതിനെയും അവിടുന്ന് പൂർത്തീകരിക്കും. അതോർത്ത് സ്തോത്രം. തൻ്റെ ആ നിർവ്യാജമായ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാണ്. കർത്താവെ, സ്തോത്രം. ഈ
ലോകത്തിൽ കർത്താവെ പല സ്നേഹങ്ങളും ഞങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ പ്രിയ ജോയിച്ചാനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ നിർവാജ്യമായ സ്നേഹം, ആ ഹൃദയംഗമായ സ്നേഹം കർത്താവെ അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്കിടയായി. ഒന്നിച്ചു ചേർന്ന് പല പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്കായിരിക്കാനിടയായി. കർത്താവിന് വേണ്ടി പല സാക്ഷ്യങ്ങൾ പല സ്ഥലങ്ങളിൽ കർത്താവെ പ്രഘോഷിക്കുവാൻ തക്കോണം നിൻ്റെ ദാസനെ ബലപ്പെടുത്തി. അതോർത്ത് സ്തോത്രം. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷയെ അവിടുന്ന് മാനിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരായിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ എല്ലാവരെയും ഓർക്കുന്നു കർത്താവെ. സഭയിലെ കടന്നു വന്ന എല്ലാ ദൈവദാസന്മാരെയും സഭാമൂപ്പന്മാരെയും ഇവിടെയുള്ള എല്ലാ ശുശ്രൂഷകന്മാരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. തിരുനാമം മഹിമപ്പെടണം, അവിടുത്തെ നാമം ഉയർത്തപ്പെടണം. എല്ലാം ക്രിസ്തുയേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ താഴ്മയോട് യാചിക്കുന്നു. കൃപയോട് കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായിട്ടുള്ള കാവലും കൂട്ടായ്മയും നാം ഏവരോടും ദുഃഖത്തിലിരിക്കുന്ന ഈ പ്രഭാനത്തുള്ള പ്രിയപ്പെട്ടവരോടും കൂടെ ഇപ്പോഴും എല്ലായ്പ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ. അവസാനമായി മൃതശരീരം കാണുവാനും അന്ത്യചുംബനം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കുമായിട്ട് ഈ സമയം ഉപയോഗിക്കണം. എത്രയും വേഗം ഇവിടുന്ന് സെമിറ്ററിയിലോട്ട് മൂവ് ചെയ്യുന്നതാണ്. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടത് വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നും എന്നോടെൻ്റെ നാഥൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ദോഷമായിട്ടൊന്നും എന്നോടെൻ്റെ നാഥൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടമേറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളി
കൂട്ടാളിയായിത്തീരുന്നു ഞാൻ. കഷ്ടനഷ്ടമേറി വന്ന ഭാഗ്യവാനായിത്തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായിത്തീരുന്നു ഞാൻ. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല. എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല. എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദുഃഖത്തിൻ്റെ പാനപാ